സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഹര ഹര നമ പാർവതീപതയേ. ഓം നമഃ ശിവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യഃ പ്രഭവതി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ത്യാഗലയ്യ. ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതോസ്മി. ഒരു നാമാവലി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. ചൊല്ലിത്തരാം, ഏറ്റു ചൊല്ല. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി. ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. നന്ദകുമാര നവനീത ചോര നന്ദകുമാര നവനീത ചോര. ഹൃദയ വിഹാര ബടാ ചിത്ത ചോര. ഹൃദയ വിഹാര ബടാ ചിത്ത ചോര. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 9ാമത്തെ ഭാഗവത തത്വസമീക്ഷാ സത്രം സമാപനഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു മനോഹരമായ ഒരു പന്തലും അതിൽ ഇരിക്കുന്ന ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളും ഇതെല്ലാം ജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ക്ഷണിച്ചതുകൊണ്ട് മാത്രം എല്ലാവരും വരില്ല. ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ വരാനൊക്കൂ. ഭാഗവത വിഷയത്തിൽ ശ്രദ്ധ തുടർച്ചയായി നാം പ്രകടിപ്പിക്കുന്നു എന്നത്
നമ്മുടെ ജന്മാന്തര സുഹൃതം തന്നെ, സംശയമില്ല. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. തുടക്കത്തിൽ തന്നെ ഇത് ഭാഗവത കഥാശ്രവണത്തോടൊപ്പം തന്നെ തത്വസമീക്ഷയും കൂടി നിർവഹിക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് അതിന് നാമകരണം ചെയ്യുമ്പോൾ തന്നെ തത്വസമീക്ഷ എന്ന വാക്കുപയോഗിച്ചത്. ഓരോ സംഭവവും കേൾക്കണം. കാരണം ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഈ ഉപകരണം, ശരീരം ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ആധ്യാത്മിക സാധനകളിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ കാതുകൊണ്ട് നല്ലത് കേൾക്കണം, കണ്ണുകൊണ്ട് നല്ലത് കാണണം, നാവ് കൊണ്ട് നല്ലത് പറയണം. അതുകൊണ്ട് നമ്മുടെ കാതും കണ്ണും നാവും ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സാധന സഫലമാകുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം. ഇതാണ് അതിൻ്റെ ക്രമം. അത് എപ്പോഴും ശരീരത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സാധന ഒരു ശാസ്ത്രത്തിലും വിധിച്ചിട്ടില്ല. ആണെങ്കിൽ സുഖബ്രഹ്മർഷി കഥ തന്നെ പറയാൻ പുറപ്പെടുമില്ലായിരുന്നു. അദ്ദേഹം മെനക്കെട്ട് ഈ കഥ പറഞ്ഞു. ബ്രഹ്മസാക്ഷാത്കാരം നേടിയ സുഖബ്രഹ്മർഷിക്ക് ഈ ഭാഗവതം അച്ഛൻ്റെ മുമ്പിൽ ചമ്മറം പിടിഞ്ഞിരുന്ന് പഠിക്കണം, അത് ശ്രദ്ധയുള്ള ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് തോന്നിയത് അദ്ദേഹത്തിന് ഈശ്വരകഥ പ്രവചനം കൊണ്ട് കിട്ടുന്ന ആനന്ദം തനിക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും. അങ്ങനെ ഈ തത്വസമീക്ഷ എന്നുള്ളത് എത്ര കണ്ട് സഫലമായി എന്ന്. കാരണം നല്ലത് എത്ര നടന്നാലും പോരാ തോന്നും. സ്വാമിജിക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ടത്ര തത്വസമീക്ഷ ആകുന്നുണ്ടോ എന്ന് ഒരു തോന്നലുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. തൻ്റെ സാഹിത്യകൃതി നന്നാവുന്നുണ്ടോ എന്ന് സാഹിത്യകാരൻ നോക്കും പോലെ ഈ സംരംഭം വേണ്ടത്ര വിജയിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് എപ്പോഴും തോന്നും. അത് നല്ലതാണ്. കാരണം തത്വത്തിലാണ് കാര്യം. തത്വം, രണ്ട് അംശമാണ് ഈ തത്വം എന്നുള്ള വാക്കിൽ. തത് എന്നൊരു വാക്ക്, ത്വം എന്നൊരു വാക്ക്. തത് എന്നുള്ളത് വാക്കും ത്വം എന്നുള്ളത് പ്രത്യയവും. തസ്യ ഭാവ തത്വം, അതിൻ്റെ നില, അതിൻ്റെ ഭാവം, അതാണ് തത്വം. അതെന്ന് പറഞ്ഞ ഉപനിഷത്തിൽ തന്നെ പ്രസിദ്ധമാണ്. പേര് പറയാൻ പറ്റാത്ത ഒന്നിനെ അതെന്നല്ലേ പറയാൻ പറ്റുമോ? അപ്പൊ തത്വം എന്നുള്ളതിന് അതെന്നർത്ഥം. ബാക്കി എല്ലാത്തിൻ്റെയും പേര് പറയാം. ചക്ക, മാങ്ങ, പുളിങ്കുരു എല്ലാം പറയാം. ഒരാളുടെ പേര് മാത്രമേ പറയാൻ പറ്റായുള്ളൂ. അതാണ് ബ്രഹ്മത്തിൻ്റെ പേര്. അതിനിങ്ങനെ പറയാൻ പറ്റൂ, തത്ത്. അത് KP നാരായണപ്പിഷാരോട് ഒരിക്കൽ സംസ്കൃതത്തിൻ്റെ മഹിമയെ പറ്റി പറഞ്ഞപ്പോൾ ചില വാക്കുകളൊന്നും നാവുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പൂർവികന്മാർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. നല്ലതും അതെ, കെട്ടതും അതെ. തസ്കരൻ എന്നൊരു വാക്കുണ്ടല്ലോ സംസ്കൃതത്തിൽ, കള്ളൻ, മോഷ്ടിക്കുന്നവൻ. അതിനെ വിഗ്രഹിക്കുമ്പോൾ തത് കരോതി ഇതി തസ്കര. വ്യാകരണകാര്യമായ സ എന്ന അക്ഷരം കൂടി ചേർന്നപ്പോൾ തസ്കര എന്നായി. എന്നാൽ മോഷ്ടിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന വാക്കെന്നെ അങ്ങോട്ട് ഉപയോഗിച്ചുകൂടെ ചോദിച്ചാൽ നാവുകൊണ്ട് വേണ്ടാത്തൊന്നും പറയരുതേ എന്നാണ്. അപ്പം അതിനുവേണ്ടി അങ്ങും തൊടാത്തൊരു വാക്കാണ് തത്ത്. അത് ചെയ്യുന്നവൻ, കൊള്ളരുതായ ചെയ്യുന്നു. അതുപോലെ മഹത്തായതിനെ പറയുമ്പോഴും അത് എന്ന് പറയും. അപ്പോൾ തസ്യഭാവ തത്വം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിൻ്റെ ഭാവം. നാം എല്ലാം ബ്രഹ്മഭാവം ഉൾക്കൊള്ളുന്നവരാണെങ്കിലും അത് മനസ്സിലാവുന്നതിന് വലിയ തടസ്സം മായയാണ്. മായ എന്ന് പറഞ്ഞാൽ ഒരു കർട്ടൻ്റെ പിന്നിൽ സ്റ്റേജിലിരിക്കുന്നവരെ കർട്ടൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് കാണാൻ കഴിയാത്ത പോലെ ആ കർട്ടൻ്റെ അവസ്ഥ, മായാജവനിക തന്നെ ആ വാക്ക്. മായയാകുന്ന കർട്ടൻ. കർട്ടൻ്റെ പിന്നിൽ ആളില്ലാഞ്ഞിട്ടല്ല നാം കാണാത്തത്, കർട്ടൻ ഉള്ളത് കൊണ്ടാണ് കാണാത്തത്. എന്നപോലെ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയസ്യ അർജുന തിഷ്ഠതി. പോരാ, മമൈവ അംശഃ ജൈവലോകേ ജീവഭൂത സനാതന എന്നിങ്ങനെ ആവർത്തിച്ച് ഭഗവാന്റെ മുഖത്തു നിന്ന് കേട്ടിട്ടുള്ളതാണ് ഈ ഭഗവാന്റെ നിത്യസാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. ഏതേത് ഉപാധിയുണ്ടോ അതിലൊക്കെ ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ള ആ ഈശ്വരനെ തത്, ആ തസ്യഭാവ തത്വം. അയ്യപ്പസ്വാമിയും ശബരിമലയിൽ 18-ാം പടി കയറി വരുന്നവർക്ക് കൊടുക്കുന്ന സന്ദേശം തത്വമസി എന്നാണ്. നീ വളരെ പാടുപെട്ട് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ച് മാധവനായി തീരാനുള്ള മാനവൻ്റെ സാധനകൾ, അതാണല്ലോ ഈ വ്രത തീർത്ഥാടനങ്ങളൊക്കെ. അങ്ങനെ നീ മാധവത്വത്തിലേക്ക് ഉയർന്നു എന്ന് ഭഗവാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതാണ് തത്വം അസി. ചാന്തോക്യ ഉപനിഷത്തിലുള്ള ഒരു വാക്യമാണ്. ഇതിനെ മഹാവാക്യമെന്ന് പറയും.
വാക്യത്തിൻ്റെ നീളം കൊണ്ടല്ല മഹത്വം, അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ മഹിമ കൊണ്ട്. അപ്പം നാം ഇവിടെ തത്വസമീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിലുള്ള തത്ത് ആത്മാവിനെ വേണ്ടും വണ്ണം അറിഞ്ഞ് ആസ്വദിക്കുക. അതിനാണ് ഈശ്വരകഥാശ്രവണം. ഭഗവാന്റെ നാനാ അവതാരങ്ങൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും ഭഗവാൻ എന്തുകൊണ്ട് ഈ അവതാരങ്ങൾ എടുത്തു എന്നും കൂടി ആലോചിക്കുമ്പോൾ, എങ്ങനെയെങ്കിലും തെളിഞ്ഞു പൊക്കോട്ടെ എന്നല്ലല്ലോ ഭഗവാൻ വിചാരിച്ചത്. പരിത്രാണായ സാധൂനാം ധർമ്മസംസ്ഥാപനാർത്ഥായ. ഇത് രണ്ടും ഭഗവാന് വളരെ മുഖ്യമായ ലക്ഷ്യമാണ്. സാധുക്കൾ സംരക്ഷിക്കപ്പെടണം, സ്വധർമ്മം അനുഷ്ഠിക്കണം, അതിൽ അബദ്ധം വരരുത്, നീക്കുപോക്ക് വരരുത്, വ്യതിയാനം വരരുത് എന്നുദ്ദേശിക്കുന്ന ശ്രദ്ധയോടെ ജീവിക്കുന്നവരാണ് സാധുക്കൾ. അവരെ രക്ഷിക്കാൻ താനല്ലാതെ പിന്നെ ആരാ? നിരന്തരം അവരുടെ പ്രാർത്ഥന എന്താ? ത്വമേവ മാതാച പിതാ ത്വമേവം സർവം മമ ദേവദേവ. അങ്ങനെ എല്ലാം തന്നിൽ അർപ്പിച്ചിരിക്കുന്നവരെ രക്ഷിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഭഗവാൻ പരിത്രാണായ സാധൂനാം ധർമ്മസംസ്ഥാപനാർത്ഥായ. അങ്ങനെ സജ്ജനങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ അവരുടെ ആചരണങ്ങൾ കൊണ്ട് ധർമ്മം വളരും. ധർമ്മം എന്നതൊരു വാക്കല്ല, അനുഷ്ഠാനത്തിൻ്റെ ഫലമായി സിദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആചാരപ്രഭവോ ധർമ്മ എന്ന് പറയുന്നത്. പുസ്തകത്തിൽ എഴുതി വെച്ചതുകൊണ്ട് ധർമ്മമാവില്ല, നമ്മൾ നിത്യജീവിതത്തിൽ ആചരിക്കുമ്പോഴാണ് ധർമ്മമാവുക. അത് നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾക്ക് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ധർമ്മം തനിയെ പോകും. നഹോതവ്യം നദാതവ്യം എന്നൊക്കെയാണ് വേനൻ ജനങ്ങളുടെ ഇടയിൽ ഉത്തരവിട്ട് ഭീഷണിപ്പെടുത്തിയതെന്ന് ഭാഗവതത്തിൽ വായിക്കുന്നു. അധികാരമേറ്റെടുത്ത ആ വേന മഹാരാജാവ് ധ്രുവന്റെ വംശത്തിലെ ഒരാൾ, അദ്ദേഹത്തിന് ലോകത്തിൽ പ്രചരിപ്പിക്കാൻ തോന്നിയ ആശയം ന ഹോതവ്യം ന ദാതവ്യം ന തപ്തവ്യം ന ജപ്തവ്യം. ഹോമം ചെയ്യരുത്, നാമം ചൊല്ലരുത്, തപസ് ചെയ്യരുത്, എന്തൊക്കെ വേണമെന്ന് ശാസ്ത്രം വിധിച്ചിട്ടുണ്ടോ അതൊന്നും അരുതെന്ന് പറയാനായിട്ട് ഒരു രാജ. അപ്പം എന്തായി? ആചാരമില്ലാതായി. സജ്ജനങ്ങൾ ഭയന്ന് ആചാരങ്ങൾ കൈവടിയുമ്പോൾ ധർമ്മം പോകുന്നു. അപ്പം ഭഗവാൻ നമ്മുടെ എല്ലാം ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിൽ ധാർമ്മികമായ ഒരു അവബോധം ഉണർത്തി, ആ അവബോധത്തിൻ്റെ ഫലമായിട്ട് നാം നല്ല ജീവിതം നയിക്കുമ്പോൾ ലോകത്തിൽ 1000 പേരുണ്ടെങ്കിൽ 1000 പേരെയും ഒരുപോലെ നന്നാക്കി എടുക്കാമെന്നില്ല. കൃഷ്ണാവതാരവും രാമാവതാരവും കഴിഞ്ഞു പോയിട്ടും പിന്നെയും ആളുകൾ നിറച്ച് ബാക്കിയുണ്ടായിരുന്നു നീക്കം ചെയ്യപ്പെടേണ്ടവർ. അപ്പം എല്ലാവരെയും ഒന്നിച്ചു നന്നാക്കുക അങ്ങനെയില്ല. ലോകത്തിൻ്റെ സ്വഭാവം തന്നെ ജഗത്ത് എന്നാണ്. ജഗത്ത് ഗമനശീലം ഉള്ളത് കൊണ്ടാണ് ജഗത്ത്. മാറിക്കൊണ്ടേയിരിക്കുന്നു, എവർ ചേഞ്ചിങ്. മാറിക്കൊണ്ടേയിരിക്കുന്നതിന് സ്ഥിരമായിട്ട് ഒരു നിലയിൽ നിർത്താൻ പറ്റില്ല. അപ്പോൾ നാം എന്തു ചെയ്യും? നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമുക്ക് ഈ ഭഗവത് ഭാവത്തിലേക്ക് ഉയരാൻ എന്ത് ചെയ്യാമോ അത് ചെയ്യുക. അയാൾ എന്ത് ചെയ്തു, ഇയാൾ എന്ത് ചെയ്തു നോക്കിയാൽ നമുക്ക് പ്രോത്സാഹനമല്ല, നിരുത്സാഹതയാണ് ഉണ്ടാവുക. അപ്പോൾ നാം ഇവിടെ പ്രഖ്യാപിക്കുന്ന സത്യം പരം ധീമഹി എന്നത് നമുക്ക് ഈ തത്വസമീക്ഷാ സത്രത്തിൽ നേടിക്കിട്ടുന്ന ഒരു യജ്ഞപ്രസാദമാണ്. ഈ യജ്ഞപ്രസാദം നമ്മൾ എല്ലാ കൊല്ലവും സ്വീകരിക്കുന്നു. ഈ കൊല്ലവും നമ്മൾ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. അപ്പം നമുക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്താം. സത്യത്തോടെ എത്ര കണ്ട് നമ്മൾ അടുത്തു എന്ന്. പരമമായ സത്യം, സത്യത്തിന് വ്യാവഹാരിക സത്യമുണ്ട്, പ്രാതിഭാസിക സത്യമുണ്ട്. അതൊന്നും നിലനിൽപ്പുള്ള സത്യമല്ല, വ്യവഹാരദൃഷ്ടി. വിശാലമായ ഭൂമിയിൽ ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ 10 സെൻറ്റ് ഭൂമി അതിര് തിരിച്ച് അതിൻ്റെ നമ്പറൊക്കെ കൊടുത്ത് രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്ത് ആധാരം കയ്യിൽ വെച്ചാൽ അത് ആരുടെ, ഇത് എൻ്റെ, അതിൽ വേറൊരാൾ കയ്യേറിയാൽ നമുക്ക് കേസ് കൊടുക്കാം. നിയമപ്രകാരം നമുക്ക് അനുകൂലമായ വിധിയുണ്ടാകും. അപ്പം നമ്മൾ ഈ ഭൂമി എൻ്റെ എന്ന് സ്ഥാപിച്ചു. പക്ഷേ ഇതൊക്കെ എത്ര നാളത്തേക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് വേറൊരാളിലേക്ക് പോവാം? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ വ്യാവഹാരിക സത്യം. തമ്മിൽ ശണ്ട കൂടാതെ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അത്രമാത്രം. അല്ലാതെ ആരും മരിച്ചു പോകുമ്പോൾ ഇത് 4ആയിട്ട് മടക്കി ചെവിയിൽ തിരികെ കൊണ്ടുപോയതായിട്ട് ചരിത്രമില്ല. 500 ഏക്കർ വാങ്ങിയായി പോകുമ്പോൾ അങ്ങനെ മടക്കി ചെവിയിൽ അങ്ങോട്ട് തിരികെ, തുളസീദളം തിരുകം പോലെ. അങ്ങനെ ഇന്ന് വരെ ആരും അതിസാമർഥ്യത്തോടെ ഭൂമിയിൽ ജീവിച്ചവർ പോലും മരിച്ചു പോകുമ്പോൾ ഭൂമിയിലെല്ലാം വിട്ടിട്ടേ പോകുന്നുള്ളൂ. ഇത് തന്നെ നമുക്ക് വ്യക്തമാണ്, അത് വ്യാവഹാരിക സത്യം. ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ വ്യവഹാരത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ വേണ്ടി ചെയ്തു. അപ്പോൾ ഈ സത്യം പരം ധീമഹി എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എപ്പോഴാണ് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു.
എപ്പോൾ സത്യത്തിലെത്തി അപ്പം നമുക്ക് സമാധാനമാണ്. എത്തിയില്ല എന്നുള്ളതിനെന്താ പരിഭ്രമം കൂടാണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. സന്തുഷ്ട സതതം, ബി ചിയർഫുൾ ഓൾവേസ്. ശ്രീകൃഷ്ണന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്, സന്തോഷിക്കും. തനിക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, അപ്പം എന്തിനാ സങ്കടപ്പെടണേ? അത് കിട്ടണമായിരുന്നു, അത് കിട്ടണമായിരുന്നു, അത് കിട്ടിയില്ല, അത് അത് വേണ്ടതുപോയില്ല, ഇത് വേണ്ടതുപോലെ ആയില്ല. ഇങ്ങനെ സ്വകൽപ്പിതമായിട്ടുള്ള അനേകം നൂലാമാലകളുടെ ഇടയിൽ അവനവനെ തന്നെ തിരികിയിട്ട് കഷ്ടപ്പെടുക. താനൊന്നും നേടാൻ വന്നതല്ല. നായം ദേഹോ ദേഹഭാജാം എന്നുള്ളതൊക്കെ ഋഷഭ യോഗീശ്വരൻ മക്കളെ വിളിച്ചിട്ട് ഉപദേശം കൊടുക്കുക. കുട്ടികളെ, ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തന്നതല്ല ഈ ശരീരം. നായം ലോകഹ ദേഹഭാജാം. നമ്മൾ എവിടെ നിന്ന് വന്നു ആ ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു പോകാൻ, പരമമായ സത്യത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ഒരു പരമശാന്തി അനുഭവപ്പെട്ടാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തി എന്നർത്ഥം. അതിനുവേണ്ടി ഓരോ സ്കന്ധത്തിലും നമുക്ക് അനേകം കഥകളുടെ ഇടയിലെല്ലാം സ്തുതികളും താത്വിക പ്രവചനങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. താത്വികമായ പല കാര്യങ്ങൾ അവിടെ വാച്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതാണല്ലേ, ഇതാണല്ലേ എന്നൊക്കെ. ഗോവർദ്ധനം ഉദ്ധരിച്ചു. എന്തിനു വേണ്ടി? ഭഗവാൻ പകിട്ട് കാണിക്കാനല്ല. കണ്ടോ, ഞാൻ ഇത്തിരി പോകുന്നൊരു പയ്യൻ, സപ്തഹായനോ ബാലഹ, 7 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യന് ഇത് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് രംഗം കണ്ടിട്ട് നമ്മൾ ആലോചിക്കും. സാധാരണ മനുഷ്യനല്ല. എനിക്ക് 7 പോയിട്ട് 70 തൊട്ട് അനങ്ങാൻ പറ്റാത്ത സംഗതി ഭഗവാൻ ഇത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ശ്രീകൃഷ്ണനായി തങ്ങളുടെ ഇടയിൽ വിഹരിക്കുന്നത് വെറും ഒരു ബാലനല്ല, ഗോപബാലനല്ല, പിന്നെയോ ധർമ്മസംസ്ഥാപനാർത്ഥായ അവതരിച്ച ഭഗവാൻ. ഏത് രൂപത്തിൽ വന്ന് ഏത് കാര്യം ചെയ്യണമോ അത് ചെയ്യും. അപ്പം അങ്ങനെ ഭഗവാന്റെ മഹിമകൾ കഥകളിലൂടെയും മറ്റും കേട്ട് നമ്മുടെ ഉള്ളിൽ പരമസത്യം ഭഗവാൻ മാത്രം എന്ന ഉറപ്പ് വന്നു. അത് ഇനിയും നമുക്ക് തുടരാം. നൈമിഷാരണ്യം എന്ന നാമം ചെയ്തപ്പോൾ അവിടെ ശ്രദ്ധിച്ചു കേട്ടിരുന്ന ശൗനകാദികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ നാമം. നൈമിഷാരണ്യത്തിൽ ശൗനകാദി ഋഷീശ്വരന്മാർ ദീർഘമായൊരു സത്രം ആരംഭിച്ചപ്പോൾ അവിടേക്ക് കയറി വന്ന സൂതനോട് സൂതസൂത മഹാഭാഗ കോടിസൂര്യ സമപ്രഭ എന്നൊക്കെ സംബോധന ചെയ്തു. ആഖ്യാഹി, കൃഷ്ണന്റെ കഥ പറയോ? കൃഷ്ണന്റെ കഥ കേട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഭക്തജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. മനുഷ്യനായ അവന് വകതിരിവ് വേണം. വകതിരിവ് എന്നുള്ളതിൻ്റെ അർത്ഥം വാക്കാണ് വിവേകം, വേർതിരിച്ചറിയൽ. ഹംസം എന്നത് ഈ വേർതിരിച്ചറിയുന്നതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് പരമഹംസ സംഹിത എന്നൊക്കെ ഭാഗവതത്തിനും പേര് കൊടുത്തത്. സത്വം അസത്വം നിത്യവും അനിത്യവും തിരിച്ചറിയാനുള്ളൊരു കഴിവ് സ്വാഭാവികമായും ഭാഗവതത്തിലൂടെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ വിവേചിച്ച്, അവരും ആവശ്യപ്പെട്ടത് അതാണ്. ഭക്തി ജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. വിവേകം എല്ലാവർക്കും ആവശ്യത്തിന് കുറേശ്ശെയുണ്ട്. വർദ്ധിച്ചു വരണമല്ലോ. വർദ്ധിച്ച് കൃത്യമായും ഇത് തന്നെ നിത്യം, ഇത് തന്നെ അനിത്യം, സംശയമില്ല. എനിക്ക് അടുപ്പമല്ല നിത്യത്തോട്, അനിത്യത്തോടല്ല എന്ന് നമ്മുടെ ഉള്ളിൽ നല്ല നിർദ്ധാരണം വരണമെങ്കിൽ ഭഗവാന്റെ കഥകളും മഹിമകളും അറിയണം. അന്ന് അവരങ്ങനെ ചോദിച്ചു. സൂതൻ പറഞ്ഞു, ഇന്ന് നമുക്ക് വേണമെങ്കിൽ ശ്രീകൃഷ്ണപുരിന്നോ മറ്റോ ഈ യജ്ഞശാലയ്ക്ക് പുനർനാമകരണം വേണമെങ്കിൽ ചെയ്യാം. കാരണം ഈ 8-9 തവണയായിട്ട് ഭഗവാൻ തൻ്റെ കഥകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ ഇടയിലല്ലാണ്ട് പിന്നെ എവിടെയാ ചെന്നിരിക്കുക? ഇവിടെ തന്നെയല്ലേ ഇരിക്കുക. ഭഗവാൻ ഇവിടെ തന്നെ ഇരിക്കുക. അതുകൊണ്ട് ശ്രീകൃഷ്ണപുരി എന്ന് പേര് മാറ്റിയാലും അന്വർത്ഥം തന്നെ പറയണം. നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേന ച. ഞാൻ എവിടെയായിരിക്കണേ? നാരദരെ, ആളുകൾ അന്വേഷിക്കും. എപ്പോഴും ഇങ്ങനെ പോയി വരുന്നുണ്ടല്ലോ, എവിടേക്കാ പോണേ എന്ന് നാരദരോട്. വൈകുണ്ഠത്തിലേക്ക്. എന്തോ കോലഴി തിരൂര് എന്നൊക്കെ പറയണ പോലെ അദ്ദേഹം പറയണത് വൈകുണ്ഠത്തിലേക്കാണ്. അതെവിടെയാ? അങ്ങനെ പറയാൻ വയ്യ. ഭക്തിയുള്ളവർക്ക് വളരെ അടുത്താണ്. ഇവിടെ തന്നെയാണല്ലോ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശം. കുണ്ഠിതമില്ലാത്ത അവസ്ഥ എവിടെയുണ്ടോ അതാണല്ലോ വൈകുണ്ഠം. കുണ്ഠിതം എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും ഒരു വല്ലായ്മ ഇല്ലാത്തവൻ. സമ്പൂർണ്ണ ദൈവം തന്നെ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ പിന്നെ എന്തിൻ്റെ കുറവാണ് നമുക്ക് ഫീൽ ചെയ്യുക? അതുകൊണ്ട് ആഗ്രഹങ്ങളെ ഇല്ലാത്തവൻ. അതാണ് പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടതിൻ്റെ രഹസ്യം. കാമാനാം ഹൃദയ അസംരോഹം എന്നാണ്. എന്തു വരം വേണം? ചോദിക്കോ വരം വണീഷ്വ വരദോഹം.
ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. ചോദിച്ചോളൂ കുട്ടി, ഈ നരസിംഹരൂപമൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, എന്താ മോഹം ചോദിച്ചോളൂ. വരം വൃണീഷ്വ വരദോസ്മി, എന്ത് വരം വേണമെങ്കിലും എനിക്ക് തരാൻ കഴിയും. അപ്പം ആ കുട്ടിക്ക് ഇത്രയൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ചോദിക്കാൻ തോന്നിയത് എന്താ? കാമാനാം ഹൃദി അസംരോഹം, ഒരാഗ്രഹവും എൻ്റെ ഉള്ളിൽ പൊട്ടി മുളയ്ക്കാതിരിക്കാനുള്ളൊരനുഗ്രഹം. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ആവശ്യപ്പെടാൻ അറിവില്ല എന്നർത്ഥമാണോ? അല്ല, ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ല. കാരണം കിം അലഭ്യം ഭഗവതി പ്രസന്നെ, ഭഗവാൻ പ്രസന്നനായാൽ പിന്നെ എന്താണ് അലഭ്യം? അലഭ്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വരത്തിലൂടെ അത് ആവശ്യപ്പെടേണ്ടു. പൂർണ്ണസ്വരൂപനായ ഭഗവാൻ തൻ്റെ ഉള്ളിൽ വിളങ്ങുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് പരമഭാഗ്യവാൻ. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിക്ക് ക്വചിത്ത് ഹസതി, ക്വചിത്ത് രോദിതി, ക്വചിത്ത് നൃത്യതി, ക്വചിത്ത് ഗായതി, ന്യസ്തക്രീഡനക എന്നൊക്കെയാണ് പ്രഹ്ലാദനെ പറ്റി വർണ്ണിക്കുന്നത്. കളിക്കോപ്പുകളൊന്നും ആ കുട്ടിക്ക് യാതൊരു ആകർഷണമായി തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ ഓർത്തിങ്ങനെ കരയും, അല്ലെങ്കിൽ ചിരിക്കും, അല്ലെങ്കിൽ നൃത്തം ചെയ്യും, അല്ലെങ്കിൽ പാടും. ഈ നിലയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പ്രഹ്ലാദൻ്റെ ഭക്തി. ആ ഭക്തൻ്റെ ഉള്ളിൽ എന്തിൻ്റെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഭക്തിയുടെ പോരായ്മ എന്നേ പറയാൻ പാടും. സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ഭഗവാനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും കണ്ട് ആനന്ദിക്കുമ്പോൾ ഞാനിനി എന്തിൻ്റെ പോരായ്മയാ ഈ വരം കൊണ്ട് നികത്തേണ്ടതെന്നാണ്. എത്ര വലിയ ഗുരുവാ പ്രഹ്ലാദൻ. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ഗീതയിൽ തന്നെ പറയുന്നു, പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം, എനിക്ക് തന്നെ വേണം. തൻ്റെ ഉദാഹരണം എനിക്ക് ധാരാളോട് പറയണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരാളെ കിട്ടുമോ ഭക്തലോകത്തിൽ? അപ്പോൾ ഭക്തിയെയും ജ്ഞാനത്തെയും കർമ്മത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന രംഗമാണ്, ഒരു സന്ദർഭമാണ് ഈ ശ്രുതി ഗീത. ഭാഗവതം ദശമസ്കന്ധത്തിൽ അവസാനമായിട്ടാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 1-2 അധ്യായം കഴിഞ്ഞാൽ ദശമം കഴിഞ്ഞു. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം, ശ്രുതികളുടെ ഗീത, വേദങ്ങൾ പാടിയ പാട്ട്. വേദങ്ങൾ എന്തിനു വേണ്ടി പാടി? വേദങ്ങൾക്ക് ഒന്നേ പാടാനുള്ളൂ. മനുഷ്യനെ മേൽപോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ എന്തൊക്കെ വേണമോ അതാണ് വേദങ്ങൾ പറയുക. വേദശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ പറയുമ്പോൾ പ്രത്യക്ഷേണ അനുമാനേന യസ്തു ഉപായവന വിദ്യതേ ഏനം വിദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. വേദം എന്നുള്ള വാക്കിന് ജ്ഞാനം എന്നർത്ഥം. പക്ഷെ സാധാരണ ജ്ഞാനമൊക്കെ നമുക്ക് വേദപഠനം കൂടാതെ തന്നെ കിട്ടും. പ്രത്യക്ഷേണ അനുമാനേന, നേരിട്ട് കണ്ടിട്ട് ഇന്ദ്രിയങ്ങളിൽ കൂടി കൊണ്ടിട്ട് മുല്ലപ്പൂ എവിടെയെങ്കിലും പൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മണം കിട്ടുന്ന മൂക്കിൽ കൂടി. ഈ മുല്ലപ്പൂവിൻ്റെ മണം അനുഭവിച്ച് അതിനെപ്പറ്റി പറയാൻ നമുക്ക് ഉപനിഷത്തൊന്നും പഠിക്കണ്ടല്ലോ. കഠോപനിഷത്ത് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ മനസ്സിലായത്? അല്ല മുല്ലപ്പൂ മണം വന്നു എന്ന് പറഞ്ഞുവല്ലോ. മുല്ലപ്പൂവിൻ്റെ മണം ഗ്രഹിക്കാൻ യാതൊരു വിഷമവുമില്ല. അത് പ്രത്യക്ഷമുണ്ട്. അതുപോലെ അനുമാനം, കണ്ടതിനെ വെച്ചുകൊണ്ട് കാണാത്തതിനെ ഊഹിക്കുക. മലമുകളിൽ പുക കാണുന്നു, ഇവിടെ നിന്നിട്ട് പറയണം. നടന്നെത്തണമെങ്കിൽ 10 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്നിട്ട് പറയണോ പർവ്വതോ വന്യമാൻ, അവിടെ തീയുണ്ട് ഗോവിന്ദാന്ന്. ഗോവിന്ദന് അത്ഭുതമായി. എങ്ങനെയാ കുട്ടേട്ട ഇവിടെ നിന്നിട്ട് അങ്ങനെ ആ കാര്യം ചെന്ന് നോക്കാൻ പറയാമെന്ന്. ചെന്ന് നോക്കി മെനക്കെട്ട് അവിടെ തീയുണ്ട് വന്നു. സാഷ്ടാംഗം ഒരു നമസ്കാരം. എന്ത് ദീർഘദർശനമൊന്നുമല്ല, പുകയുണ്ടെങ്കിൽ തീയുണ്ട്. തന്നെ യഥാ മഹാരസ. അടുക്കളയിൽ ഞാൻ എന്തും കാണാറുള്ളതാണ്. അടുക്കളയിൽ ഉണങ്ങാത്ത വിറക് അമ്മ കത്തിക്കുമ്പോൾ പുക തന്നെ വരും. അപ്പം അങ്ങനെ കണ്ടിട്ടുള്ളതിനെ വെച്ചുകൊണ്ട് കാണാത്തതിലേക്ക് ഊഹിക്കുക. ഫ്രം നോൺ ടു അൺനോൺ എന്നുണ്ടല്ലോ ഒരു മനഃശാസ്ത്ര തത്വം. അപ്പം അങ്ങനെ പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അനേകം കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാം. അപ്പോൾ ചന്ദ്രനിലേക്കൊക്കെ ഗ്രഹങ്ങളെ അയക്കുന്നതും മറ്റും പേടകങ്ങളൊക്കെ അയക്കുന്നു, അതൊക്കെ അനുമാനത്തെ ബേസ് ചെയ്തിട്ടാണ്. ഭൂമിയുടെ സഞ്ചാരം, അതിൻ്റെ ഗതിവേഗം, ചന്ദ്രൻ്റെ സഞ്ചാരം, അതിൻ്റെ ഗതിവേഗം, ആ ഡയറക്ഷൻ, ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് വിടുന്നത്. കൃത്യമായി ചെന്ന് അതിൽ ചെയ്തത്. അത് അനുമാനമാണ്. സോക്കാളുടെ സയൻസ് എല്ലാം അനുമാനത്തിലാണ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ലൗകികമായിട്ട് നമുക്ക് അനുമാനമുണ്ട്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, അതൊരു അനുമാനമല്ലേ. കാച്ചി വെച്ച പപ്പടം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞികൃഷ്ണൻ സ്കൂൾ വിട്ട് വന്നു എന്നർത്ഥം. അനുമാനമല്ലേ ഇത്? ഇതിനിപ്പോൾ അമ്മ വേദാന്തമൊന്നും പഠിക്കണ്ട. വേഗം പണി ഒതുക്കിയിട്ട് അമ്പലത്തിൽ വരാനായിട്ട് പാത്രത്തിലാക്കി വെച്ചു. എന്തോ മറന്നു എടുക്കാൻ വന്നപ്പോൾ പാത്രത്തിൽ പപ്പടം കുറഞ്ഞു. പിന്നെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, കുഞ്ഞിരാമൻ സ്കൂൾ വിട്ട് വന്നു. അപ്പോഴേ വന്നു. എന്താണെന്നൊന്നും പറഞ്ഞില്ല, കാര്യം മനസ്സിലായി. എന്നാണ്
കാര്യത്തിൽ നിന്ന് കാരണം ഊഹിക്കുക. ഈ ജഗത്തിന് കാരണം ആരാണ് എന്ന് പോലും നമ്മൾ ബുദ്ധിപൂർവകം ഊഹിക്കുന്നു. യഥ സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ യസ്മിംശ പ്രളയം യാന്തി പുനരേവായുഗക്ഷയെ. ഇത് മഹാഭാരതത്തിലെ സഹസ്രനാമത്തിൻ്റെ ആമുഖത്തിൽ. ഇതിന് മൂലമേതാ? വേദമാണ്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. അങ്ങനെ നമുക്ക് പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ പോലും സിദ്ധിക്കാത്ത ജ്ഞാനം നമുക്ക് ഏത് ശബ്ദമാണോ തരുന്നത് ആ ശബ്ദത്തിൻ്റെ പേരാണ് ശ്രുതി, വേദം. ആ ശ്രുതികൾ ഭഗവാനെ എങ്ങനെ സ്തുതിച്ചു എന്നാണ് ചോദ്യം പരീക്ഷത്തിൻ്റെ. അനിർദ്ദേശ്യ ബ്രഹ്മണി, നിർദ്ദേശിക്കാൻ കഴിയാത്ത ബ്രഹ്മത്തെ വേദത്തിന് എങ്ങനെയാണ് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുക? എങ്ങനെയാണ് ആളുകളെ അറിയിക്കുക? ആളുകളെ ബ്രഹ്മത്തെ പറ്റി അറിയിക്കാനാണല്ലോ വേദം. ഏനം വിദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും കിട്ടാത്ത അറിവിനെ ഏതാണോ കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് വേദം. അങ്ങനെയാണെങ്കിൽ ഈ വേദത്തിന് ബ്രഹ്മത്തെ അതാ എന്ന് നിർദ്ദേശിക്കാൻ പറ്റുമോ? നിർദ്ദേശിക്കപ്പെടുന്നത് നിർദ്ദേശ്യം, നിർദ്ദേശിക്കപ്പെടാൻ പറ്റാത്തത് അനിർദ്ദേശ്യം, ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത്. അനിർദ്ദേശ്യമായ ബ്രഹ്മത്തെ എങ്ങനെ വാക്കുകളെ കൊണ്ട് നിർദ്ദേശിക്കാൻ പറ്റും? വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സിനോ വാക്കിനോ, വാക്കുകൊണ്ട് എന്തെല്ലാം നമുക്ക് പറയാൻ കഴിയും, പക്ഷേ വാക്കിനോ മനസ്സിനോ എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു പരമ്പൊരുളിനെ എങ്ങനെയാ അറിയിക്കുക? ലക്ഷണയ എന്ന് പറയും. ലക്ഷണ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം കുറച്ച് വളച്ചു കെട്ടി പറയാം. ഈ ശബ്ദത്തിൻ്റെ അർത്ഥനിഷ്പത്തിയെപ്പറ്റി ചർച്ച ചെയ്യുന്ന വ്യാകരണശാസ്ത്രം 3 തരത്തിലാണ് ശബ്ദാർത്ഥ ബന്ധത്തെപ്പറ്റി പറയാം. അഭിധ, ലക്ഷണ, വ്യഞ്ജന എന്ന് പറയും. അഭിധ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി മീനിങ്, കെട്ടപാട് നമുക്ക് മനസ്സിലാവണം വ്യവഹാരത്തിൽ പരിചയം കൊണ്ട്. ചക്ക എന്നുള്ളത് രൂഢമായ ശബ്ദമാണ്. ലക്ഷണ എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് അർത്ഥം കിട്ടില്ല, ലക്ഷണയ. അവൻ കഴുതയാ, ഞാൻ മനുഷ്യനാ വിചാരിച്ചു എന്നാരും പറയാറില്ല. കഴുത എന്ന് പറയുമ്പോൾ കഴുതയോടുള്ള സാമ്യം ഡയറക്റ്റായിട്ട് ഫിസിക്കലായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് അവൻ്റെ പെരുമാറ്റവും വർത്തമാനവും ഒക്കെ ഏതാണ്ട് ബുദ്ധിയില്ലാത്തവൻ്റെ മട്ടാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞ് ആ ഡയറക്റ്റ് അർത്ഥം കിട്ടാതെ വരുമ്പോൾ ഒന്ന് വളഞ്ഞു പോവുക. ആ ഒരു രീതിയാണ് വേദം ഈശ്വരനെ കുറിച്ച് പറയാനായിട്ട് അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീഗീത എന്ന് പറഞ്ഞാൽ വേദം ഭഗവാനെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. അതിന് ഭഗവാനോട് തന്നെ നമുക്ക് ഭഗവാന്റെ തത്വം ഉൾക്കൊള്ളാൻ പാകത്തിൽ ഒരു പ്രാർത്ഥന അത് ആദ്യമേ പറയും. ജയ ജയ ജഹി അജാം എന്നാരംഭിക്കണം. ഭഗവാൻ ഒരു പ്രളയം കഴിഞ്ഞ് അടുത്ത സൃഷ്ടിയിലേക്ക് തുടങ്ങണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ശയിച്ചിരിക്കുന്ന ഭഗവാനെ സർവശക്തികളെയും തന്നിൽ ഒതുക്കിക്കൊണ്ട് സർവജീവനെയും തൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെ ഉണർത്തുന്നു. അപ്പോഴാണ് ജയ ജയ ജഹ്യജാം. ഭഗവാനെ ഉണർന്നാലും 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 എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉറക്കം പോലെയുള്ള ഉറക്കമല്ല. ഉറക്കം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉറക്കം തൽക്കാലം വിരാമം, തൻ്റെ യൂഷ്വൽ ആക്ടിവിറ്റീസിൽ നിന്ന് ഒരു വിരാമം, അതാണ് ഉറക്കം. അത് വിട്ട് അങ്ങ് എണീക്കൂ എന്ന് ഞങ്ങൾക്ക് അജാം ദഹി, അവിടുത്തെ ദർശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അജയെ മായയെ ദഹി വിട്ടാലും, യഹി എന്ന് പറഞ്ഞാൽ വിട്ടാലും, മായയുടെ തടസ്സം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ അങ്ങ് അനുഗ്രഹിച്ചാലും ജയ ജയ. ദോഷഗൃഭീത ഗുണം അജാം, ദോഷങ്ങളായി കണക്കാക്കപ്പെടേണ്ടുന്ന അഗുണങ്ങൾ ഒരു വിചിത്രമായ വാക്കാണ്. ദോഷമാണ് പക്ഷേ ഗുണമായിട്ടാണ് അറിയപ്പെടുന്നത്. ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിലുള്ള 3 ഭാവങ്ങളെയാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഭാവങ്ങളെയാണ് ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്. ഈ ത്രിഗുണാത്മികയാണ് ദേവി. ദേവിയെക്കുറിച്ചുള്ള സ്തോത്രങ്ങളിൽ ദേവി മഹാത്മ്യം വളരെ പ്രസിദ്ധമാണല്ലോ. അതിൽ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. 5 നമസ്കാരം അർപ്പിക്കണം. ഭഗവാനിപ്പോൾ നമസ്കാരം കൂടിപ്പോയി എന്നൊന്നും ആരും പഴയൊന്നും ഇടിക്കില്ല. എങ്കിലും ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നു, എന്തിനാണ് ഈ 5 നമസ്കാരം വഴിക്ക് വഴി?
നമസ്തസ്യൈ 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 നമോ നമഃ. ഭഗവതി ത്രിഗുണാത്മികയായ മായ, അതാണ് അവിടെ നിന്ന്. എന്നിട്ട് ഒരു നമസ്തസ്യൈ തമോ ഗുണസ്വരൂപിണിയായ അമ്മേ അവിടത്തേക്ക് നമസ്കാരം. രണ്ടാമത്തത് രജോ ഗുണസ്വരൂപിണിയായ അമ്മേ അവിടത്തേക്ക് നമസ്കാരം. തമോ ഗുണസ്വരൂപിണിയായ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളുടെയും സ്വരൂപം അവിടെ നിന്നാണ് എന്ന് പറഞ്ഞ് അവിടെ 3 നമസ്കാരം. നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ. പിന്നെ 2 ഉണ്ടല്ലോ, ത്രൈഗുണ്യാത്മകം, ഈ 3 ഗുണങ്ങളും ചേർന്ന പ്രകൃതി, അതിനൊരു നമസ്കാരം. ഇനി ഗുണ അതീതമായ അവസ്ഥ, പരമ്പൊരുൾ, പരബ്രഹ്മ പട്ടമഹിഷി എന്ന് പറയുന്ന എല്ലാ ഗുണങ്ങൾക്കും അതീതമായ അഗുണ നിർഗുണ എന്ന് പറയും. അപ്പോൾ ഒരേ ദേവിക്ക് ഗുണങ്ങളുടെ ഭാവവും 3 ഗുണങ്ങളുടെയും ചേർന്ന ഭാവവും ഗുണത്തിൽ നിന്ന് അതീതമായൊരു ഭാവമൊക്കെ ആ സ്തുതിയിൽ പറയണം. ആളുകൾക്ക് ശരീരം കൊടുത്തപ്പോൾ അവരുടെ നിത്യകാര്യങ്ങൾ നടത്താൻ വേണ്ട ഉപകരണങ്ങൾ മുതൽ വേണമല്ലോ. കണ്ണുണ്ടെങ്കിൽ കാണാൻ ചില ദൃശ്യം, കാതുണ്ടെങ്കിൽ കേൾക്കാൻ ചില ശബ്ദം, നാവുണ്ടെങ്കിൽ കേൾക്കാൻ, രുചിക്കാനുള്ള, രസിക്കാനുള്ള ചില വസ്തുക്കൾ ഒക്കെ വേണം. പക്ഷേ ആ ഗുണങ്ങൾ തന്നെ നമുക്ക് ദോഷമായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടുക. കണ്ണുകൊണ്ട് കാണുക, കാതുകൊണ്ട് കേൾക്കുക എന്നുള്ളതിൽ അങ്ങോട്ട് ലയിച്ചാൽ, 24 ഗുരുക്കന്മാരെ പറ്റി അവധൂതൻ പറയുമ്പോൾ മാനുകൾ എങ്ങനെ കുടുങ്ങി? അവധൂതൻ മാനുകളെ നോക്കി പഠിച്ചത് എന്താണ്? കാതിന് വശംമുതമായാൽ ഉണ്ടാകുന്ന വൈഷമ്യം. മാനുകളുടെ ദൗർബല്യം അറിയുന്ന വേടന്മാർ മാനുകളെ ആകർഷിക്കാൻ വേണ്ടി കാട്ടിലെ കൂട്ടമായി ചെന്ന് പാട്ടുപാടും. പാട്ട് എവിടെ കേട്ടാലും ജഗടോർക്കും. എന്നിട്ട് ആ പാട്ട് പുറപ്പെട്ടയിടത്തേക്ക് മാനുകൾ കൂട്ടം കൂട്ടമായി വരും. ഏതാണ്ട് കുറെ ഒരു ട്രയാങ്കുലർ പോലെ ഒരിടത്ത് വന്ന് ചേർന്നാൽ പിന്നിൽ ഈ വേടന്മാർ വളയും. അപ്പം അവിടെ മുന്നോട്ട് പോകാനും വയ്യ, മാനുകൾ അവിടെ കുടുങ്ങി. അങ്ങനെ കുടുങ്ങിയ മാനുകളെ മുഴുവനും അവരെ ബന്ധിച്ചു. എന്താ ചെയ്തു. ഈ മാനുകൾക്ക് ഈ ബന്ധനം, കൂട്ടബന്ധനം വരാൻ കാരണം ആരോ ചോദിച്ചാൽ വേടന്മാരെന്ന് പറയും മുമ്പേ അങ്ങനെ പറഞ്ഞാൽ അർത്ഥസത്യമല്ലേ ആവുള്ളൂ. അപ്പം എന്താണ് യഥാർത്ഥ കാരണം? ഇതിൻ്റെ വീക്ക്നെസ്, ഇന്ദ്രിയ അധീനത്വം. പാട്ട് കേൾക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെകിടോർത്തത്? ചെകിടോർത്തതും പോരാ, അതിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് എന്തേ തോന്നിയത്? ഇന്ദ്രിയങ്ങൾക്ക് വശംബദമായതുകൊണ്ട്. അപ്പം ഇന്ദ്രിയ അതീതമായ ജിതേന്ദ്രിയ ശബ്ദം നമ്മൾ ഈ വേദാന്തത്തിൽ അടിക്കടി കാണും. ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ഇന്ദ്രിയങ്ങളെ എപ്പോൾ ഉപയോഗിക്കണം? കൂർമ്മം അംഗങ്ങളെ പോലെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക, അല്ലാത്തപ്പോൾ തിരിച്ചെടുക്കുക. അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും നമുക്കത് ലോകത്തിൽ ഭ്രമിക്കാൻ ഇടവരുന്ന വിധത്തിൽ ദോഷമായി തീർന്നിരിക്കുന്നു. അജാം ജഹി. അജ എന്ന് പറഞ്ഞാൽ നജായത്തെ ഇതി അജ, ജനിക്കുന്നില്ല, അതിനൊരു ജനനമില്ല. ഭഗവാനോടൊപ്പം തന്നെ പ്രകൃതിയുമുണ്ട്. ഈ ക്രിയേറ്റീവ് പവർ, അതാണ് ഭഗവാന്റെ മായ. അത് എപ്പോഴാണ് തുടങ്ങുക? ഭഗവാൻ ഉണ്ടായി 1-ാം തീയതി, 7-ാം തീയതി പ്രകൃതി ജനിച്ചു, അങ്ങനെ പറയുമോ? ഭഗവാനോടൊപ്പം തന്നെയുണ്ട്. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവ ഉദേതി ലീനാപ്രകൃതി. ഭഗവാനിൽ തന്നെ ലീനമായിരിക്കുന്ന, ലയിച്ച് കിടക്കുന്ന, നമ്മിലും അതുപോലെ അനേകം ലയിച്ച് കിടപ്പുണ്ട്. പാട്ട് പാടാൻ അറിയുന്നവർ പാടേണ്ട നേരം വരുമ്പോൾ പാടുന്നു, അല്ലാത്തപ്പം മുറുക്കിക്കൊണ്ടിരിക്കണം. പാട്ട് പാടില്ല, പാട്ട് പാടുന്നവൻ മുറുക്കണമില്ല. അപ്പം ഈ പാട്ട് എവിടെ നിന്ന് വന്നു? ഉള്ളിൽ ലീനമായ പാട്ട് പൊന്തി വന്നു. അങ്ങനെ ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന പ്രകൃതി ഉണർന്നു. എന്നിട്ടാണ് തേനൈവ ഉദേതി ലീനാ പ്രകൃതി രസതി കൽപ്പാപി കൽപ്പാധികാരേ തസ്യാഹ സംശുദ്ധമംശം കമപിതമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. അങ്ങനെ ആരംഭിക്കുന്ന ഈ ശ്രുതിഗീത 28 ശ്ലോകങ്ങളാണ്. ഈ 28 ശ്ലോകങ്ങളിലായിട്ട് നേരിട്ട് ബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ വഴി? തൊട്ടുതൊടിച്ച് എന്ന് വെച്ചാൽ കാണപ്പെട്ടതിനെ കാണാത്തതിനോട് അടുപ്പിച്ച് ചിന്തിക്കുക. ഏകോ ദേവ സർവഭൂതേഷു. അതേപോലെ ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി ഇന്ദ്രം മിത്രം വരുണം അഗ്നിം ആഹുഹു.
വലിയൊരു തത്വമാണ്. ലോകത്തിൽ എവിടെ ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു ഉപദേശം ഈ വാക്യത്തിലുണ്ട്. പൊതുവേ നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ച് മതിപ്പില്ലാത്തവർ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് സനാതനധർമ്മ വിശ്വാസികൾക്ക് പോലും ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ വിഷമിക്കേണ്ടി വരുന്നു. കാരണം അതിൻ്റെ ഗൂഢതത്വം ചിന്തിച്ചിട്ടില്ല. വാമനാവതാരത്തെപ്പറ്റി എന്തെല്ലാം അധിക്ഷേപങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ വാമനാവതാരം വളരെ ക്ലിയർ കേസ്. ഭഗവാന്റെ അപാര കാരുണ്യം, അണോരണീയാൻ മഹതോ മഹീയാൻ, കൊച്ചായി വന്നു വലുതായി വളർന്നു. ഭഗവാനോട് ഇന്നതേ ആകാവോ ഇന്നതാവരുതെന്ന് പറയാൻ നമ്മളാരാ? എന്നിട്ട് ഓരോ അവതാരകൃത്യം എങ്ങനെ നിർവഹിക്കണമെന്ന് കൽപ്പിക്കാൻ നമ്മളാരാ? അദ്ദേഹമല്ലേ തീരുമാനിക്കുക. വരണമെന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ അവസാനത്തെ വാക്ക്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത്? തൻ്റെ പരമഭക്തനെ അനുഗ്രഹിച്ചു. അതാണ് ഉണ്ടായത്. പക്ഷേ കഥ വളച്ച് കെട്ടി പറയുമ്പോൾ ഛലം എന്നൊരു വാക്കുണ്ട്. ജയദേവർ ഉപയോഗിക്കുന്നു ആ വാക്ക്, ഛലം. വേദാനുദ്ധരത്തെ ജഗന്തി വഹത്തെ ഭൂഗോളമുദ്ബിഭ്രത്തെ ദൈത്യം ധാരയത്തെ ബലിം ഛലയത്തെ. മഹാബലിയെ ഛലം കൊണ്ട് നിയന്ത്രിച്ചു. എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാവാതെ ഒരു കാര്യം നിർവഹിക്കലാണ് ഛലം. അങ്ങനെ വരുമ്പോൾ ഛലം എന്നുള്ളതിന് ചീത്ത അർത്ഥമെടുക്കണ്ട. മഹാബലി പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി. ആ പേരക്കുട്ടിക്ക് ദോഷം വരരുത്. അതേ സമയത്ത് ഇന്ദ്രൻ്റെ രാജ്യം അപഹരിച്ചെടുത്ത ബലിയെ ആ രാജ്യം തിരികെ കൊടുപ്പിച്ച് അയാൾക്ക് സ്വസ്ഥമായി കഴിയാനുള്ളൊരിടം കൊടുക്കണം. അങ്ങനെയുണ്ടല്ലോ, സ്ഥലം ഒഴിപ്പിച്ചാൽ പിന്നെ അവർക്ക് താമസിക്കാനൊരു സ്ഥലം കൊടുക്കണ്ടേ? അവർ നാട്ടുമര്യാദ എപ്പോഴും അതുതന്നെയാണ് ചെയ്യണേ. ചിലരത് ഐഡിയലായി ചെയ്യുന്നു, ചിലരത് അങ്ങനെ വിടുന്നു. അപ്പം ലഹളയാവുന്നു. താമസിച്ചിരുന്ന ഇടത്തുനിന്ന് അവരെ ഒഴിപ്പിച്ച് അവർക്ക് താമസിക്കാനൊരു സ്ഥലം കൊടുക്കണം. അത് വെറും ന്യായം മാത്രമാണ്. അപ്പം ഇവിടെ ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സ്വർഗത്തെ തിരികെ ദേവേന്ദ്രനെ പഠിപ്പിച്ചപ്പോൾ മഹാബലിക്ക് ഇരിപ്പിടം എവിടെ? മഹാബലി സുതലത്തിലേക്ക് അയച്ചു. സുഖമായ സ്ഥലം. പഞ്ചമസ്കന്ധത്തിൽ സുതലത്തെ പറ്റി പറയുമ്പോൾ എന്തെന്നൊന്ന് എത്തി നോക്കിയത്ര, എന്നിട്ട് നടുവേർപ്പെട്ടു അത്ര. നമുക്ക് ഇവിടെ ഒന്നും താമസിക്കാൻ യോഗമില്ലല്ലോ. ആര്? ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സുഖം അവിടെ. കോമ്പളം കൊണ്ടൊക്കെയാ കുളിക്കുഴിയ. അങ്ങനത്തെ ലോകമാണ് ഈ സ്വർഗലോകം. ആ സ്വർഗലോകത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ദേവേന്ദ്രൻ സുതലത്തിലേക്ക് എത്തി നോക്കിയിട്ട് നടുവേർപ്പെടുന്നു. യോഗമില്ലോ നമുക്ക് ഇവിടെയൊക്കെ വന്ന് താമസിക്കാം. അങ്ങനെ ദേവന്മാർക്ക് പോലും അസൂയ നടുവേർപ്പും ഉണ്ടാക്കുന്ന ഒരു മനോഹരമായ ലോകത്തിലേക്ക് ഭഗവാൻ പറഞ്ഞയച്ചാൽ അത് രക്ഷയോ ശിക്ഷയോ അനുഗ്രഹമോ? അനുഗ്രഹമല്ലേ. ഇത് കാണാൻ കഴിവുള്ള ഒരാൾ പ്രഹ്ലാദനുണ്ടായിരുന്നു. എൻ്റെ പേരക്കുട്ടിയിൽ അങ്ങ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ ഒന്നാണ്. ആർക്ക് കിട്ടും ഈ ഭാഗ്യം? ഭഗവാന്റെ പാദം ശിരസിലേൽക്കാൻ. ഭഗവാന്റെ പാദം ശിരസിലേൽക്കലാണല്ലോ ഒരു ഭക്തന്റെ ചരിതാർത്ഥ്യത്തിനുള്ള പ്രധാന സംഗതി. നമ്മളും എവിടെ ചെന്നാലും നമസ്കരിക്കാനല്ലേ ആഗ്രഹിക്കുക? അതോ ഗുരുവായൂരപ്പൻ്റെ സോപാനത്തിൻ്റെ അവിടെ ചെന്ന് വന്നിട്ട് ഗുരുവായൂരപ്പ ഒന്നും ഇങ്ങോട്ട് വരും മണ്ടയും മുട്ടിക്കാം, അങ്ങനെ ആരും പറയാറില്ലല്ലോ. ഭഗവാന്റെ പാദത്തിൽ നമ്മുടെ ശിരസർപ്പിക്കാൻ തന്നെ ആഗ്രഹിക്കുക. അതല്ലേ വന്നു കൊടുത്തു, പാദനമസ്കാരം വന്നു കൊടുത്തു. ഇത്രയും കഥ വ്യക്തമായിട്ട് വ്യാസൻ പറഞ്ഞിരിക്കേ അതെങ്ങനെയെല്ലാം വളച്ചൊടിക്കാമോ അങ്ങനെയൊക്കെ വളരും. ഇതിനൊക്കെ എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്തരം കഥകളുടെ ആന്തരം ശ്രദ്ധിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെയുണ്ട്. ഇപ്പം പറഞ്ഞ അതൊക്കെ വാച്യമായി തന്നെ ഭാഗവതത്തിലുള്ളതാണ്. പ്രഹ്ലാദനും വിന്ധ്യാവലിയും ഭാര്യയും പറയണം. സാധാരണ അവർക്കൊരു കുണ്ഠിതമൊക്കെ ഉണ്ടാവും. ഇന്നലെ വരെ 3 ലോകത്തിൻ്റെ അധിപതിയായിരുന്ന നമ്മുടെ ആള് ഇന്നിപ്പോൾ ഒന്നുമില്ലാണ്ടായി എന്ന് ന്യായമായിട്ട് അവർക്ക് സങ്കടപ്പെടാം. പക്ഷെ അവരെന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിച്ചു, അജ്ഞാനത്തിൽ കിടന്നിരുന്ന അദ്ദേഹത്തെ ഉദ്ധരിച്ച് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു, ഞാൻ ഈ ത്രൈലോക്യത്തിൻ്റെ അധിപതിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മിഥ്യാഭ്രമം മാറ്റി യാഥാർത്ഥ്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഈ ലോകത്തിന് ഒരു പ്രഭുവേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രം. ആ പ്രഭുവിൻ്റെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും കൂടി നമ്മൾ കുറേശ്ശെ കാലം ചിലതൊക്കെ അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. വന്ന പോലെ ഇത് പോവുകയും ചെയ്യും. ഇത് മനസ്സിലാക്കാൻ വിന്ധ്യാവലിക്കും കഴിഞ്ഞു, പ്രഹ്ലാദനും കഴിഞ്ഞു. അദ്ദേഹം മഹാബലിയുടെ കാര്യം പറയേ വേണ്ട, അദ്ദേഹം വളരെ അനുഗ്രഹീതനായി. ഇതുപോലെ എത്ര ദൈവമുണ്ട് നിങ്ങൾക്ക് ആരാധിക്കാൻ. പഴനയിൽ മുരുകൻ, മധുരയിൽ മീനാക്ഷി, ശബരിമലയിൽ അയ്യപ്പൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ ചൂവിളി പോയി കുട്ടേട്ട. ആ ചോദ്യം കേട്ടപ്പോൾ എന്തിനാ ചൂളണേ? അന്തസ്സായിട്ട് മറുപടി പറയാൻ നമ്മുടെ കയ്യിൽ ഉപനിഷത്ത് വാക്യമുണ്ടല്ലോ.
ഏകം ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. സത്ത് യഥാർത്ഥ സത്യം രണ്ടില്ല, ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. സത്തായ ഒന്ന് മാത്രം, അതിൽ വിപ്രാഹ അറിവുള്ളവർ, ചികഞ്ഞ് പരിശോധിച്ച് അതിൻ്റെ ആന്തരമായ രഹസ്യം അറിഞ്ഞവർ ബഹുധാ വദന്തി, പല നാമങ്ങളിൽ പറയും. നാമങ്ങളും രൂപങ്ങളും പലതായാലും വസ്തുവിന് മാറ്റമില്ല എന്ന് നമുക്ക് അറിയാം. മൃത്തികേത്യവ സത്യം. എന്തെല്ലാം നമുക്ക് പാത്രങ്ങൾ, മൺപാത്രങ്ങൾ ഉണ്ടെങ്കിലും ആ പാത്രങ്ങളുടെ വൈവിധ്യം നാമങ്ങളിലും അതെ രൂപങ്ങളിലും അതെ. മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചപ്പോൾ ബേസ്ഡ് ഓൺ മണ്ണ്, അതേപോലെ ബേസ്ഡ് ഓൺ ബ്രഹ്മം. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഇന്ദ്രം മിത്രം വരുണം അഗ്നി ആഹുവും. ഇന്ദ്രൻ എന്നും മിത്രൻ എന്നും വരുണൻ എന്നും അഗ്നി എന്നും പല നാമത്തിൽ പറയുന്നു. അപ്പം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ കർമ്മമാണ്. യജ്ഞത്തിൽ നമ്മൾ എന്താ? ഇന്ദ്രായ സ്വാഹ, ഇന്ദ്രായ ഇതെന്ന മമ, അഗ്നയേ സ്വാഹ, അഗ്നയ ഇതെന്ന മമ, വായവേ സ്വാഹ. എത്ര ദേവതകൾ എന്ന്. ഈ ഇന്ദ്രൻ, അഗ്നി, വായു ഇതെല്ലാം കൂടി നമ്മൾ അർപ്പിക്കുന്നതിന് ഭഗവാൻ, സർവവ്യാപിയായ ഭഗവാൻ തന്നെയാണ് എത്തിച്ചേരണത്. സർവദേവ നമസ്കാര കേശവം പ്രതീകച്ചതി. ആകാശാത്പതിതം തോയം. ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ ഇരിക്കട്ടെ, നിത്യ പാരായണമോ നിത്യജപമോ ചെയ്യുന്ന ശ്ലോകങ്ങളിൽ പോലും ഈ രഹസ്യമുണ്ട്. വസ്തു ഒന്നേ ഒന്ന്. അതിനെ പല നാമങ്ങളിലും പല രൂപങ്ങളിലും ആളുകൾ വ്യവഹരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. രുചീനാം വൈചിത്യ ഒരു കാരണം. വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോ സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു ശ്ലോകം പ്രാർത്ഥനയായിട്ട് ചൊല്ലി. അതിൽ ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ മതപരമായി കൊടുക്കാനുള്ള സന്ദേശം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ശ്ലോകം ഉൾപ്പെടുന്ന സ്തോത്രം എൻ്റെ അമ്മ ഞങ്ങളെ എണ്ണ തേക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും ആഹാരം തരുമ്പോഴും ഒക്കെ ചൊല്ലി ചൊല്ലി എനിക്ക് കാണാപ്പാടായി എന്നാണ്. ഭാരതീയ മാതാക്കൾ കാണാപ്പാടുമാക്കി കൊടുക്കുകയാണ്. മെനക്കെട്ട് ഇരുത്തി പഠിപ്പിക്കുന്നതല്ല, ഇവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ചൊല്ലും. ത്രയീസാഖ്യം യോഗ പശുപതി മതം വൈഷ്ണവമിതി പ്രഭിന്നേ പ്രസ്ഥാനെ പരമിത മതപഥ്യമിതി ച. രുചീനാം വൈചിത്ര്യാത് ഋജുകുടില നാനാപഥജുഷാം നൃണാം ഏകോ ഗമ്യ ത്വമസി പയസാം അർണവ ഇവാം. ഹേ ഭഗവൻ, അവിടുന്ന് ഏകഃ, നൃണാം ഏകഃ ഗമ്യ. ആളുകൾക്ക് എത്തിച്ചേരേണ്ട യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറഞ്ഞില്ലേ ഗീതയിൽ. എവിടെ ചെന്ന് തിരിച്ചു വരേണ്ടായോ ആ മൂലസ്ഥാനത്തേക്ക് എത്താം. ശരീരമെടുക്കേണ്ട ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാം. അതിനെൻ്റെ കഥകൾ കേൾക്കൂ എന്നൊരിടത്ത് പറയണം. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മനൈതി മാമേതി. ഒരിടമേ ഉള്ളൂ, പ്രാപ്യസ്ഥാനം ഒന്നേ ഉള്ളൂ. ഗത്വാ നിവർത്തന്തേ. ആ പ്രാപ്യസ്ഥാനം ഒന്നല്ലേ ഉണ്ടാവും. അപ്പം ഈ നാമങ്ങളൊക്കെ സുബ്രഹ്മണ്യനെ പൂജിച്ചവൻ എവിടെ എത്തും? അഗ്നിയെ പൂജിച്ചവൻ എവിടെ എത്തും? വർണ്ണനെ പൂജിച്ചവൻ എവിടെ എത്തും? ആകാശാത്പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. അതുതന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ ഉദ്ധരിച്ച ശിവമഹിമന സ്തോത്രത്തിൽ. ത്രയീ സാഖ്യം യോഗ പശുപതി മതം വൈഷ്ണവമിതി പ്രഭിന്നേ പ്രസ്ഥാനെ പരമിതം അധപഥ്യമിതി ച. രുചീനാം വൈചിത്ര്യാത്. എന്തിന് ഇങ്ങനെ പല നാമങ്ങളും പല രൂപങ്ങളും? രുചീനാം വൈചിത്ര്യാത്. ഓരോരുത്തർക്കും ഓരോ ഈശ്വരനാമങ്ങളോടും രൂപത്തോടും ഒരു പ്രത്യേകമായ മമത കാണും. ആ മമത ഭേദബുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, ഇഷ്ടം കൂടുതൽ. ഒരാൾക്ക് ഇഷ്ടദേവതയുണ്ട്, കുലദേവതയുണ്ട്, ദേശദേവതയുണ്ട്. കുലദൈവമുണ്ടെന്ന് പറഞ്ഞു ദേശദേവതയെ വിസ്മരിക്കണമെന്നില്ല. എല്ലാവർക്കും രുചിഭേദം എന്നുള്ളത് അവരുടെ ഘടനയിൽ തന്നെയുണ്ട്. ചില കുട്ടികൾക്ക് ചിലതൊന്നും കുട്ടിക്കാലത്തെ ഇഷ്ടമല്ല. അവനങ്ങനെ, അവനും റോഷ്യ ഇഷ്ടമല്ല, കുട്ടിക്കാലത്തെ ഇഷ്ടമല്ല. ഈ ഇഷ്ടമില്ലായ എപ്പോൾ ഡെവലപ്പ് ചെയ്തു? അവനിലുണ്ട്. രുചീനാം വൈചിത്ര്യ ഋജു കുടില നാനാ പദജുഷാം. ചില മാർഗങ്ങൾ, പഥങ്ങൾ ഋജു, ചിലത് കുടിലം. ചില ആരാധനകൾ കുറേ കഠിനമാണ്, ചിലത് വളരെ ലളിതമാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ ബഹുദൈവ ആരാധന എന്നുള്ളത് അജ്ഞതയുടെ പര്യായമാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞു നടക്കുന്നത് ശരിയല്ല. നൃണാം ഏകോ ഗമ്യ. ഏത് നാമത്തിൽ ഏത് രൂപത്തിൽ ആരാധിച്ചാലും നൃണാം ഏകോ ഗമ്യ ത്വമസി. എല്ലാവർക്കും കൂടി ശിവനെ നോക്കിയിട്ടാണ് ഈ ശ്ലോകം. ശിവമഹിമന സ്തോത്രമാണല്ലോ. നൃണാം ഏകോ ഗമ്യ ത്വമസി പയസാം അർണവ ഇവ.
മനോഹരമായൊരു സ്തോത്രമാണ് ശിവമഹിമന സ്തോത്രം. ശിവന്റെ മഹിമ കവി എത്ര മനോഹരമായിട്ട് പറയുന്നു. അസിതഗിരി സമം സ്യാത് കജ്ജളം സിന്ധുപാത്രേ സുരതരു വരശാഖാലേഖനി പത്രമുറിവി യതി ലിഖതി ഗൃഹീത്വാ ശാരദാ സർവകാലം തദപി തവ ഗുണാനാം ഈശാ പാരം നയാതി. ഭഗവാന്റെ മഹിമയെല്ലാം ഒന്ന് കുറിച്ചു വയ്ക്കുക, അനന്തര തലമുറയ്ക്ക് മനസ്സിലാവാനെന്ന് പറഞ്ഞ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി 1001 പേര്. എന്നിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ സംഭരിക്കാൻ തുടങ്ങി. ആദ്യം മഷി, ലിക്വിഡ് അല്ല, കട്ട. അത് ആവശ്യം പോലെ പൊടിച്ച് വെള്ളത്തിൽ കലക്കുക. കുറേ വേണ്ടിവരേ. അപ്പം മലയോളം കജ്ജളം, മഷി. ഈ തലമുറയ്ക്ക് അത്ര പരിചയമില്ല. കഴിഞ്ഞ തലമുറയിലുള്ളവർ മഷി പൊടി കിട്ടും, അത് വെള്ളത്തിൽ കലക്കി കുപ്പിയിലാക്കും, എന്നിട്ട് മുക്കി എഴുതും. അസിതഗിരി സമം സ്യാത് കജ്ജളം. അതെങ്ങനെ കലക്കും? ഭഗവാന്റെ മഹിമ എഴുതാനുള്ളതാണ് മഷി. ഏതിൽ കലക്കും? വലിയ പാത്രം വേണം, ഒരു 2 മതിയോ? സിന്ധു പാത്രേ, കടല് തന്നെയാണ് മഷിക്കുപ്പി. അപ്പം മഷിക്കുപ്പിയായിട്ട് കടല്, മഷിയായിട്ട് മഴ. അപ്പം പേനയോ? സുരതരു വരശാഖാലേഖനി, കൽപ്പവൃക്ഷത്തിൻ്റെ മൂത്തൊരു കൊമ്പ് മുറിച്ച് അത് കൂർപ്പിക്കുക, അതാണ് പേന. പത്രമുറിവി, എഴുതാനുള്ള കടലാസോ ഭൂമിയുടെ ഉപരിതലം. കന്യാകുമാരിയിൽ ചെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് തെക്കോട്ട് തിരിഞ്ഞ് കുനിഞ്ഞ് എഴുതി പിന്നെ അകന്നടക്കുക. ഹിമാലയം താണ്ടി തിബത്തൊക്കെ താണ്ടി അങ്ങനെ പോവും. ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര എഴുതാം ഇല്ലേ? പത്രം എന്ന് പറഞ്ഞാൽ കടലാസ്, തീരാത്ത കടലാസ്, റോളാ, വലിയ റോള്. പിന്നാക്കം ഇങ്ങനെ നിവർന്നുകൊണ്ടേ പോകുന്നു. എന്തൊരു ഭാവനയാന്ന് നോക്കൂ ഭഗവാന്റെ ആ മഹിമ. അസിതഗിരി സമം സ്യാത് കജ്ജളം സിന്ധു പാത്രേ സുരതരു വരശാഖാലേഖനി പത്രമുറിവി യതി ലിഖതി ഗൃഹീത്വാ ശാരദ സർവകാലം. ഇത്രയൊക്കെ ഒരുക്കിയപ്പോൾ എഴുതാനൊരാളെ വേണമല്ലോ എന്നായി. അതിപ്പോൾ ആൾ ഇന്ത്യ ഡോക്യുമെൻ്ററി റൈറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡൻറ്റും കൂടി പോരാ. അവരാണല്ലോ വലിയ എഴുത്തുകാർ. ഒരു സ്റ്റേറ്റ് പോരാ, ആൾ ഇന്ത്യ അഖില ഭാരത ആധാരം എഴുത്തുകാരുടെ സംഘടനയുടെ പ്രസിഡന്റ്. പേനയില്ലാണ്ട് തന്നെ പേജ് നിറയ്ക്കണം ബിരുദൻ. അങ്ങേരെ ഏൽപ്പിച്ചു, ഇങ്ങനെ ഒരു സംഗതി എന്ത് എഴുതാമോ? ഇത് പറ്റില്ല. വേറെ എന്ത് വേണമെങ്കിൽ എഴുതാം, ഇത് പറ്റില്ല. യതി ലിഖതി ഗൃഹീത്വാ ശാരദ, സാക്ഷാൽ സരസ്വതി ദേവി. ഞാൻ നോക്കട്ടെ മക്കളെ, പറ്റുന്നല്ല, ഒറ്റ ഉറപ്പില്ല എന്നാ പറഞ്ഞത്. നോക്കട്ടെ. യതി ഗൃഹീത്വാ ശാരദ സർവകാലം തദപി തവ ഗുണാനാം ഈശ പാരം നയാതി. പാരം നയാതി, തവ ഗുണാനാം പാരം നയാതി. എന്നാൽ പോലും അങ്ങയുടെ ഗുണഗണങ്ങൾ മുഴുവൻ എഴുതി നിറയ്ക്കാൻ പറ്റുമോ, പൂരിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. അപ്പം നമുക്കെപ്പോഴും ഒരു ദൈവമേ ഉള്ളൂ. പക്ഷെ ആ ദൈവത്തെ പല നാമങ്ങളിലും പല രൂപങ്ങളിലും വിളിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ശ്രുതിഗീതയിൽ ഈശ്വര ആരാധന എന്നുള്ളതിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നു. അതേ ആരാധന തന്നെ 2 വിധത്തിൽ ചെയ്യാം. ധ്യാനരൂപത്തിലും ആരാധന നടത്താം. പക്ഷെ ധ്യാനരൂപത്തിൽ ആരാധന നടത്തുന്നതിനേക്കാൾ ആളുകൾ കണ്ടു അമൃതം പോലുള്ള ഈ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് സുഖമാണ്. എളുപ്പമുള്ള മാർഗം കണ്ടാൽ പിന്നെ എന്തിനാണ് കഷ്ടമുള്ള ഭാഗത്തേക്ക് പോണതെന്ന. ഇതി തവ സൂരയത്യധിപതേ അഖിലലോക മലക്ഷമണ കഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹുഹു. തപാംസി ജഹുഹു 2 അർത്ഥം പറയും വ്യാഖ്യാതാക്കൾ. തപസ് വെടിഞ്ഞു. തപസ് ചെയ്തിരുന്നവർ നമ്മളെന്തിനത്ര പാടുപെടുന്നത്? ഭഗവാന്റെ കഥകൾ ശ്രവണമധുരവും തത്വചിന്താമധുരവുമായ കഥകൾ കേൾക്കാനുള്ളപ്പോൾ നമ്മളെന്തിനാ? അത് കേട്ടാലും ഇതന്നെയാ ഫലം കിട്ടുക. ഇതി തവ സൂരയത്യധിപതേ, അധിപതി, 3ൻ്റെയും അധിപതി, ത്രിഗുണങ്ങളുടെയും ത്രിഭുവനങ്ങളുടെയും അധിപതി. അങ്ങനെ അല്ലാണ്ട് ഭഗവാനെ എങ്ങനെയാണ് സംബോധന ചെയ്യാം? ഹേ ത്യധിപതേ, ഹേ ഭഗവാനെ, അവിടുന്ന് അഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹുഹു. തപസ്സുകൾ വിട്ടു. അതാ പറഞ്ഞ 2 അർത്ഥം തപസ് എന്നുള്ളത്. കഷ്ടങ്ങൾ നിന്ന് മുക്തരായി എന്നൊരർത്ഥം. പാടുപെട്ട് ചെയ്തിരുന്ന തപസ് വേണ്ട വെച്ചിട്ട് ഈ കഥാശ്രവണ രൂപത്തിലുള്ള ലഘുവായ ഉപായത്തിലേക്ക് തിരിച്ചു വന്നു. ഈ കഥകളുടെ പ്രത്യേകത എന്താ? അഖില ലോകമലക്ഷപണ
മലമെന്ന് പറഞ്ഞാൽ അഴുക്ക്, നിർമ്മലം എന്നൊക്കെ ഇല്ലേ വാക്ക്. നമ്മുടെ മനസ്സാണ് ഈ അഴുക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു സ്ഥാനം. അതുകൊണ്ടാണ് അവിടെ കാമാദി ശത്രുക്കളൊക്കെ ഉണ്ടാവുന്നത്. പ്രജഹാതി യഥാ കാമാൻ, കാമം മുതലായ അരികൾ, ശത്രുക്കൾ, കാമ, ക്രോധ, ലോഭമോഹ, മതമാത്സര്യങ്ങൾ. ഇതിനിപ്പോൾ മനസ്സിനെ കുത്തിച്ചതച്ച് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. മനസ്സിനെ സബ്ലിമേറ്റ് ചെയ്യാം. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ അല്ല, അതിനെ ഉദാത്തീകരിക്കുക, കുറേ കൂടി ഉയർന്ന നിലയിലേക്ക്. ഈ കുറുമ്പന്മാരെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകം ചില വിദ്യാലയങ്ങളുണ്ട്. 10 മര്യാദക്കാരായിട്ട് വരും 4 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ. ശങ്കരൻകുട്ടി അത് വരണവരെ മുഴുവനും കോട്ടിയിട്ട് മണ്ടയിൽ എറിയണവനാണ്. ഇപ്പം മിടുക്കൻ. അവനങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടി. സബ്ലിമേഷൻ ഓഫ് ഹിസ് ഇമോഷൻസ്. ഒരാളുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷനെ, വികാരങ്ങളെ സബ്ലിമേറ്റ് ചെയ്യുക, ഉദാത്തീകരിക്കുക. നിസ്സാരമായ വികൃതികളിൽ വിഹരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആ നിലയെ മാറ്റി ഉയർന്ന ഒന്ന് കാണിച്ച് ഇവിടെ വിഹരിക്കുക എന്ന് പറയുമ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവന് വലിയ സുഖം തോന്നി. കൊള്ളാലോ, ഇത്രനാൾ അറിഞ്ഞില്ലല്ലോ എന്ന്. നമ്മുടെ ഈ മനോനിയന്ത്രണം എന്ന് അടിക്കടി നമ്മുടെ വേദാന്ത ഗ്രന്ഥങ്ങളിൽ വരുന്ന വാക്കിനെ ജിതേന്ദ്രിയൻ ഒക്കെ ഉണ്ടല്ലോ. മനസ്സിന് വാചം യച്ഛ മനോയച്ഛ എന്നൊക്കെ ഗീതയിൽ എത്ര തവണ ആവർത്തിച്ച് കേൾക്കാം. പൊതുവെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അസാധ്യം എന്ന് ധരിച്ചു വെച്ചിട്ടുള്ളവർ ഇതൊരു നോൺസെൻസാണ്, ഈ പ്രസ്താവനയ്ക്ക് അർത്ഥമേ ഇല്ല എന്ന് പറയും. മനസ്സിനെ ഉണ്ടോ നിയന്ത്രിക്കാൻ പറ്റുമോ? ഫ്രീ വിൽ, അതിനെ അങ്ങോട്ട് വിടുക അല്ല, സബ്ലിമേഷൻ. അതിന് മനസ്സിനെ ഇല്ലാതാക്കുകയല്ല, കുട്ടിയെ ഇല്ലാതാക്കുകയല്ലല്ലോ, ആ കുട്ടിയെ നല്ല ശീലത്തിലേക്ക്, നല്ല ഡിസിപ്ലിനിലേക്ക് വളർത്തിക്കൊണ്ടുവരാം. ഒരു ക്യാമ്പിന് പോയി വന്നാൽ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തുമാത്രം മാറ്റം വരുന്നു. വീട്ടിൽ കാപ്പി കുടിച്ചാൽ ആ ടംബ്ലർ അവിടെ തന്നെ ഇരിക്കും, ഊണ് കഴിച്ചാൽ പ്ലേറ്റ് അവിടെ തന്നെ ഇരിക്കും, കിടക്കുന്ന എണീറ്റ് പോകുന്നേ ഉള്ളൂ, അത് മടക്കി വെക്കില്ല. ഇങ്ങനെ എന്തെല്ലാം അവനവന് ചെയ്യാമോ അതൊന്നും അവനും ചെയ്യില്ല. അങ്ങനെയുള്ളവൻ എങ്ങനെ ഒരാഴ്ചത്തെ സ്കൗട്ട് ക്യാമ്പിന് പോയി. ചെന്നിട്ട് വന്നപ്പോൾ മിടുക്കാൻ. ടംബ്ലർ കഴുകുക, പ്ലേറ്റ് കഴുകുക, എണീറ്റ് ഉടനെ കിടക്കാം. മടക്കണേന് ഒരു ചിട്ടയുണ്ട്. ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ, ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ. ഇതെല്ലാം കൂടി ഒരു ബാഗിൽ ഇട്ട് പോകാവുന്ന വിധത്തിൽ. അമ്മ അന്തം വിടുക. ഇപ്പോൾ ബാലവിഹാർ എന്നൊക്കെയുള്ള ചില കോഴ്സസ് ഉണ്ട്. അവിടെയൊക്കെ കുട്ടികളെ അയക്കാൻ പൊതുവെ ആളുകൾ തയ്യാറാവണില്ല. കുട്ടികളെ എന്തൊക്കെയോ പഠിപ്പിച്ചോളയോ എന്ന് പേടിച്ചിട്ടോ എന്താണെന്ന് ശരിയാ. ഇത്തിരി നല്ല സ്വഭാവം പഠിയെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടികൾ അനിയന്ത്രിതമായി വളരണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. അല്ല, ഇത്തിരി വകതിരോടുകൂടി നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് വരണമെങ്കിൽ ഇതുമാതിരി ക്യാമ്പുകളിലേക്ക് ധൈര്യമായിട്ടയക്കണം. എവിടെയെല്ലാം എന്തെല്ലാം ക്യാമ്പുണ്ടെന്ന് കേട്ടാലും ഉടനെ നമുക്ക് പറ്റാത്ത പലതും വിദേശികൾ സ്വീകരിച്ചിരിക്കണം. ഇറ്റലിയിലൊക്കെ ഈ ബാലവികാസ് ക്ലാസ്സുകളുടെയൊക്കെ ഹ്യൂമൻ വാല്യൂസ്, EHV എന്ന് പറയും, എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസ്, വളരെ പ്രചാരം നേടിയിരിക്കണം. തോന്നിയ പോലെ ജീവിച്ച കുട്ടികളൊക്കെ മര്യാദക്കാരായിരിക്കണം. സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഒക്കെ എന്തെന്നില്ലാത്തൊരു ഭവ്യത. ഇതാണ് സബ്ലിമേഷൻ ഓഫ് ഇമോഷൻസ്. ആ കുട്ടിയുടെ മനസ്സ് നന്നായി പ്രവർത്തിക്കുന്നു. മുമ്പ് പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായും. മുമ്പ് പ്രവർത്തിച്ചിരുന്ന തോന്നിയാസം, എനിക്ക് തോന്നിയിട്ട് സീത എന്തിനാ രാവണ നീ കട്ടോണ്ട് പോയത് ഒരു ചോദ്യമാണ്. എന്തേ രാവണ സീതയെ കെട്ടു കൊണ്ടുപോരാൻ കരയണം. അതിന് രാവണൻ പറഞ്ഞു, എന്നോടാരും പറഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ട്. അല്ലാണ്ട് എന്തു ധർമ്മശാസ്ത്രത്തിലുണ്ട് എന്ന് പറയാം. പഞ്ചവടിയിൽ താമസിക്കുന്ന ഒരു സതിയെ അപഹരിച്ചു കൊണ്ടുവരണം എന്ന് മനു എഴുതിയിട്ടുണ്ടോ? യാജ്ഞവൽക്കൻ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ രാവണൻ പറഞ്ഞു, എന്നോടാരും പറഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ട്. ഈ മനസ്സിൽ തോന്നണമൊക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രാവണനാവും. എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞത് അതുപോലെ ചെയ്യാം, എങ്കിൽ രാമനാവാം. രാമൻ ശാസ്ത്രത്തിൽ പറഞ്ഞത് ചെയ്തു. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമദ. ആ വഴിയാണ് രാമൻ പിന്തുടർന്നത്. അതുകൊണ്ട് രാമനെ നമ്മൾ മര്യാദാരാമൻ എന്ന് പറയുന്നു. മര്യാദ ചെപ്പുന്ന നാടൻ മട്ടിലുള്ള വാക്കല്ലാതെ നല്ല മര്യാദ ഉണ്ട് കേട്ടോ. ആ മര്യാദയല്ല അവിടെ, അതും ഉൾപ്പെടും. മര്യാദ എന്ന് പറഞ്ഞാൽ അതിർത്തി. ധർമ്മം എവിടെ അവസാനിക്കുന്നു, അധർമ്മം എവിടെ ആരംഭിക്കുന്നു, ആ ബൗണ്ടറി ലൈൻ,
അതറിഞ്ഞ് ആ ബൗണ്ടറി ലൈനെ അതിക്രമിക്കാതിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. എന്താണ് ബൗണ്ടറി ലൈൻ? കാലാകാലമായി മാനവരാശി പിന്തുടർന്നു പോകുന്ന ആ ഒരു ധാർമ്മിക മാർഗം. സത്യം വദ ധർമ്മം ചര. സത്യം വദ എന്ന് പറയുമ്പോൾ താൻ പറഞ്ഞ സത്യം മാത്രമല്ല, പിന്നെയോ അച്ഛൻ ചെയ്ത സത്യത്തെ കൂടി പാലിക്കേണ്ട ഭാരം തനിക്കുണ്ട്. ഇതെന്താ അങ്ങനെ വരാൻ? അച്ഛൻ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിൻ്റെ ചുമതലയില്ലേ? അങ്ങനെയില്ല. ആത്മാവൈ പുത്രനാമാസി. പിതാവും പുത്രനും രണ്ട് ശരീരമെന്നേ ഉള്ളൂ. ഒരാളെ ഏറ്റെടുത്ത് പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ താൻ ജീവിതത്തിൽ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കാത്ത ധാർമ്മിക കാര്യങ്ങൾ തുടർന്നും ലോകത്തിൽ ചെയ്യാനായിട്ട് എനിക്കൊരു അനന്തരാവകാശി വേണം എന്ന ഒരു ധാർമ്മിക സങ്കല്പത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പുത്രകാമേക്ഷി തുടങ്ങിയ കാര്യങ്ങൾ. അത്തരം കാമങ്ങളുണ്ടല്ലോ, ആഗ്രഹങ്ങൾ, ആ സബ്ലിമേറ്റഡ് ഇമോഷൻ. അതായത് എനിക്ക് പുത്രൻ വേണം, ആഗ്രഹമേ പാടില്ല എന്നൊരു ഭാഗത്ത് പറയുന്നു. ഇവിടെ ശ്രീരാമൻ ദശരഥൻ രാമൻ പുത്രൻ ജനിക്കണമെന്ന് ആഗ്രഹിക്കണം. അപ്പം അത് രണ്ടും ശരിയാണോ? ശരിയാണ്. കാമഹ അസ്മി, ധർമ്മ അനുസൃതമായ, ധർമ്മ അവിരുദ്ധ കാമഹ അസ്മി. നോക്കൂ, ഭഗവാൻ തന്നെ അനുവദിക്കണം, സബ്ലിമേഷനെ അനുവദിക്കണം, ഉയർത്താൻ, ഉദാത്തീകരണം എന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ ഈ തപസ് ചെയ്തിരുന്ന, കഷ്ടപ്പെട്ട് തപസ് ചെയ്യുന്നവർ ഭഗവാന്റെ അഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിം അവഗാഹ്യ. അബ്ധിം അവഗാഹ്യ, കടലിൽ ആണ്ട് മുങ്ങിയിട്ടാണ്. ഭഗവത് കഥകൾ എന്ന് പറഞ്ഞാൽ വെറും അറബിക്കഥ പോലെയുള്ള കഥകളല്ല, പിന്നെയോ അവഗാഹ്യ, അബ്ധിയാണത്, കടലാണ്. ആലോചിക്കുന്നതോറും അതിലേക്ക് നമ്മൾ ആണ്ടാണ്ട് മുങ്ങിക്കൊണ്ടിരിക്കും. ഭക്തി തരണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ നാരായണ ഭട്ടതിരി എന്താ പറയണേ? ത്വത്ഭക്തിസ്തു കഥാരസ അമൃത ഝരി നിർമ്മജ്ജനേന. ദേവാക്ക് അമൃതഝരി നിർമ്മജ്ജനേന. ഭഗവാന്റെ കഥ നിത്യകഥകളാണ്. അത് ഉണ്ടായി മാഞ്ഞു പോണതല്ല, എന്നും ഓർമ്മ. ഇവിടെ നമ്മൾ ഈ കണ്ട കാലമെല്ലാം കഥ കേട്ടാലും ആ കഥയിൽ മടുപ്പ് തോന്നില്ല. കാരണം അത് എത്ര കേട്ടാലും ആവർത്തനം കൊണ്ട് മധുരമാണ്. ആവർത്തനം വെറുപ്പുണ്ടാക്കും, അങ്ങനെയുമുണ്ട്. പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞാൽ നമ്മൾ അത് ഇത്തിരി തിരക്കുണ്ടെന്ന്, ഒരു തിരക്കില്ലെങ്കിൽ എണീറ്റ് പോവും. എന്താ വെച്ചാൽ ആവർത്തന വിരസം. നേരെ മറിച്ച് ചിലത് ആവർത്തന സരസമാണ്. ആവർത്തിക്കും തോറും അതിൽ കൂടുതൽ കൂടുതൽ. രാജാജി രാമായണം എഴുതിയപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ ചെറിയ പ്രായം തൊട്ടേ രാമായണം വായിക്കുന്നു. ഫേമസ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ ബുക്ക്. തമിഴിൽ ഒറിജിനൽ എഴുതി, പിന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തു. രണ്ടും, മഹാഭാരതവും അതേപോലെ രാമായണവും. രാമായണത്തിന് ചക്രവർത്തി തിരുമകൻ എന്ന് പേര് വെച്ചു. കൽക്കിയിൽ എല്ലാ ആഴ്ചയിലും അത് ഖണ്ഡശാ പ്രസിദ്ധീകരിച്ചു. അത് എന്നിട്ട് അദ്ദേഹം തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുപോലെ മഹാഭാരതം വ്യാസർ വിരുന്ന് എന്ന് പറഞ്ഞ് തമിഴിൽ എഴുതി. പിന്നെ അതിൻ്റെ 50ാമത്തെ എഡീഷൻ നാമമാത്രമായ വിലയ്ക്ക് ഭാരതീയ വിദ്യാഭവൻ വിറ്റു. ആലോചിച്ച് നോക്കൂ, 50 എഡീഷൻ ആവുക. അതിൽ മുഖവരയിൽ പറയാം, ഞാൻ ഈ രാമായണവും ഭാരതമൊക്കെ നന്ന ചെറിയ പ്രായം തൊട്ട് വായിക്കുന്നു. എത്ര തവണ വായിക്കുമ്പോഴും അതിലെനിക്കൊരു മടുപ്പ് തോന്നുന്നില്ല. മാത്രമല്ല, ഓരോ തവണ വായിക്കുമ്പോഴും അതിൽ പുതിയ ഒരർത്ഥം വന്നുകൊണ്ടേയിരിക്കും. ഇഞ്ചയിൽ നാര് വലിക്കുമ്പോൾ പിന്നെയും പിന്നെയും നാര് വലിയ ഇഞ്ചയുടെ തൊലിയിൽ നിന്ന് നാരിങ്ങനെ അടർത്തുക. ഒരു നാരടർത്തി ഭഗവാന് വാകച്ചാർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇഞ്ച കൊണ്ടാണ് ഭഗവാൻ. അല്ലാണ്ട് ഇപ്പോൾ സോപ്പൊന്നും തേക്കില്ല, ചകിരി ബ്രഷ് ഒന്നും ഉപയോഗിക്കില്ല, ഇഞ്ച കൊണ്ട്. മേശാന്തി ഭഗവാന് ഗുരുവായൂരപ്പനെ നോവരുത്, മെഴുക്ക് പൂവൻ വേണം, മേല് തട്ടാനും പാടില്ല. അങ്ങനെയാണ് ഈ ഇഞ്ച കൊണ്ട്. അതിന് സ്മൂത്തായിരിക്കണം, വളരെ സ്മൂത്തായിട്ടുള്ള ഒന്നാക്കും. അപ്പം നാരിങ്ങനെ വലിക്കുക. എത്ര നേർത്ത നാര് കിട്ടുമോ അത്രയൊന്നും. അങ്ങനെ വലിക്കുമ്പോൾ 100 തവണ അതിൽ വലിക്കാൻ നാരുണ്ടാവും, കുറേശ്ശെയായിട്ട്. ഇവിടെ അമൃതചരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി അക്ലേശതന്വതി. ഭക്തിയെയും ജ്ഞാനത്തെയും കർമ്മത്തെയും നമ്മൾ അങ്ങനെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആക്കണ്ട എന്ന് ആചാര്യന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ 3 ഉണ്ടല്ലോ. കഥാശ്രവണം എന്നുള്ളതൊരു കർമ്മം, ഇന്ദ്രിയങ്ങളുടെ കർമ്മം. ശ്രവണത്തിൻ്റെ ഫലമായിട്ടുള്ളിൽ ഭക്തി ഉണ്ടാകുന്നു. മനസ്സിൻ്റെ ഇമോഷൻ സബ്ലിമേറ്റ് ചെയ്ത് നന്നായി തെളിയുക. അതിനുശേഷം
വിമല പ്രബോധ പദവിയും അക്ലേശതസ്തന്വതി. നമ്മളെ വിമല പ്രബോധ പദവിയിലേക്ക് എങ്ങനെ കയറ്റുന്നു? അക്ലേശത, വിത്തൗട്ട് എനി ഡിഫിക്കൽറ്റി, വിത്തൗട്ട് എനി എഫർട്ട്. നമ്മൾ അറിയുന്നേ ഇല്ല. എപ്പോഴാണ് നമ്മൾ കുചേലൻ ഭഗവാനെ കാണാൻ പോയപ്പോൾ എന്താ ഉണ്ടായെന്നൊരു നാടോടി കഥയുണ്ട്. അദ്ദേഹം നടക്കാൻ തന്നെ പോയി. ആഹാരം കഴിച്ചാലേ നടക്കാൻ പറ്റൂ. അന്നമയ കോശമാണല്ലോ ഈ ദേഹം. അന്നമയ കോശത്തിന് നടക്കണമെങ്കിൽ ബലം വേണ്ടേ? അന്നമില്ല. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് നടന്നതെന്ന് അറിഞ്ഞോളാം. 10 അടി നടന്നപ്പോഴേക്കും കാല് കഴിഞ്ഞ് വീണു അത്രേ. നാടോടി കഥയാണ്. ഉള്ള കഥയിൽ ചില പൊടിപ്പും തൊങ്ങലും ചേർക്കുക പിൽക്കാലത്തുള്ള കവികളുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ അദ്ദേഹം വീണപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു. ഗരുഡനെ പറഞ്ഞയച്ചു. നോവിക്കാണ്ട് കൊത്തിയെടുത്ത് ദ്വാരകയിൽ കൊണ്ടിടാൻ. ദ്വാരകയിൽ കൊണ്ടിട്ടു. എന്നിട്ട് ആ ബോധം തെളിയണം. തണുത്ത കാറ്റ് തട്ടിയപ്പോൾ. അല്ല, ഇത് ഏതാ ദിക്ക്? വരണവരോട് ചോദിച്ചു, ഇത് ഏതാ ദിക്ക്? ദസ്സലായി. ദ്വാരകയിൽ വന്നിട്ട് ഇത് ഏതാ ദിക്ക് ചോദിക്കുക. ആ ദ്വാരകയോ? ഞാൻ അപ്പോഴേക്ക് ഇങ്ങോട്ട് എത്തിയോ? ഇത്ര അടുത്താ ദ്വാരക. അടുത്താണോ ദ്വാരക? അല്ല. അദ്ദേഹത്തെ ഭക്തിയായ കാറ്റ് അവിടെ കൊണ്ട് എത്തിച്ചു. അതുപോലെ നമ്മുടെ ഭക്തി അതിരേകം എവിടെ നമ്മൾ എത്തിക്കും? എങ്ങ് തിരിഞ്ഞാലും കൃഷ്ണനെ കാണുന്ന ഒരു കവിക്ക്, ഒരു ഭക്തന് ആ ഭഗവാന്റെ സർവവ്യാപിത്വം അറിയാൻ അതിനെ പോലെ വേദാന്തജ്ഞാനവും അത് തന്നെ. ഈശ്വരൻ സർവവ്യാപി, നമ്മുടെ ഉള്ളിലും വ്യാപിച്ചു. എല്ലാവരിലും ഈശ്വരനുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ ആരും അന്യരല്ല. വേദാന്ത ശ്രവണത്തിൻ്റെ പരമഫലം എന്താ? ആരും അന്യരല്ല. വസുധൈവ കുടുംബകം അയം നിജഃ പരോവ ഇതി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ നൽകുന്ന സന്ദേശം ഇതാണ്. ഞങ്ങൾക്ക് വിദേശം സ്വദേശം എന്നില്ല. അയം നിജഃ പരോവ, ഇവൻ എൻ്റെ ആള്, ഇവൻ അന്യൻ എന്ന് ആർക്കാ? ലഘുചേതസാം. സപ്ലിമേറ്റ് ചെയ്യാത്ത മൈൻഡിന് ഇവൻ എൻ്റെ, ഇവൻ അന്യൻ തോന്നും. ഉദാരചരിതം സപ്ലിമേറ്റ് ചെയ്തു ഇമോഷനെങ്കിലോ എങ്ങനെയാവും? ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. നമ്മളിപ്പോൾ ആ നിലയിലെത്തിയാൽ എവിടെയെങ്കിലും പട്ടിണി കിടക്കണോ എന്ന ന്യൂസ് വായിച്ചാൽ നമ്മുടെ ഉള്ളിൽ സങ്കടം തോന്നില്ലേ? എവിടെ സുനാമി വന്നു, നമ്മളെ കുറച്ച് ബാധിച്ചെങ്കിലും അധികം ബാധിച്ചവരുടെ ആ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് എന്തുകൊണ്ട് ഇന്തോനേഷ്യയിൽ സുനാമി വന്ന ഇവിടെ ഇരിക്കുന്ന കടല കുറിക്കുന്നവന് എന്തിനാ സങ്കടം ചോദിച്ചാൽ അതാണ് നമ്മിൽ ഈ ഉദാരചരിതത്വം കുറേശ്ശെ പൊന്തി വരുന്നു. ഇതിൻ്റെ പൂർണ്ണത എത്തുമ്പോൾ സത്യം പരം ധീമഹി, അവിടെ നാം വിശ്രമിക്കും. നമ്മുടെ മാനവ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ്. എത്രയെത്ര ജന്മങ്ങൾ പിന്നിട്ടിട്ടാണ്. പയ്യെ ഈച്ച പൂച്ച എന്നൊക്കെ പറയും. ഒരുപാട് ജന്മങ്ങൾ. അതിൻ്റെയൊക്കെ കുറേശ്ശെ സ്വഭാവം നമ്മളപ്പോൾ കാണിച്ചും പോരുന്നുണ്ടല്ലോ. ഓരോന്ന് പിന്നിട്ട ജന്മങ്ങളുടെയൊക്കെ സംസ്കാരം കുറേശ്ശെ എന്താ അത് ഒരിടത്ത് അടങ്ങിയിരിക്കാണ്ട് ഇങ്ങനെ കുരഞ്ഞ. എന്താ അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ ജന്മത്തിൽ ഡാർവിൻസ് തിയറി അല്ല, സ്വഭാവം. ആകൃതി എന്ന് പറഞ്ഞാൽ അത് അത്ര യുക്തിയുക്തമല്ല. നേരെ മറിച്ച് സ്വഭാവം പേഴ്സണാലിറ്റി ട്രൈറ്റ് അത് വിടാതെ ഇരുന്നുകൊണ്ടിരിക്കും ഏത് ശരീരത്തിലായാലും. ധൃതയ ഇവ ശ്വസന്തി അസുഭൃതോ യതിതേ അനുവിധ. ധൃതയ ഇവ ശ്വസന്തി അസുഭൃത. പ്രാണികൾ ശ്വസിക്കുന്നു. ഇതുപോലെ ഈ കരുവാൻ്റെ ആലയിലെ ഒലയില്ലേ, നായ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി, തോൽ സഞ്ചി, വസ്ത്ര എന്ന് പറയും. വസ്ത്ര എന്നുള്ള വാക്കാണ് ഭാഗവതത്തിൽ ഉപയോഗിക്കുന്നത്. അവിടെ പരീക്ഷത്തിനോട് സംസാരിക്കുമ്പോൾ ഇതെന്താ നടക്കണമെന്ന് വെച്ചാൽ ശിഷ്യൻ പ്രധാന കരുവാൻ അവിടെ ഇരുന്ന് ഒലയിൽ ഓരോന്ന് പഴുക്കുമ്പോൾ അതെടുത്ത് അടിച്ച് ഷേപ്പ് കൊടുക്കും. ഈ ശിഷ്യൻ എന്താ പണി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് കരിയിടുക, എന്നിട്ട് ഇതിങ്ങനെ അമർത്തി വരുമ്പോൾ ഫൂ ഫൂ എന്ന് പറഞ്ഞ് ഊതും. കാറ്റ് കിട്ടുമ്പോൾ ആ ഒലയിൽ അഗ്നി ജ്വലിച്ച് വരും. കരിയെ കനലാക്കി മാറ്റുന്ന വിദ്യ അവിടെ. ഈ ശ്വസനക്രിയ മാത്രമേ ഒരാൾക്കുള്ളൂ എങ്കിൽ അയാളെ മനുഷ്യനെന്ന് എങ്ങനെ പറയാൻ പറ്റും? അയാൾ മേനി പറയാം. എന്താ തോൽ സഞ്ചിയും ഇതുപോലെ വീർക്കുന്നുണ്ട്, ചുങ്ങുന്നുണ്ട്. അപ്പം താൻ തോൽ സഞ്ചിക്ക് തുല്യമാണെന്നാണോ പറയണേ? തോൽ സഞ്ചി ചെയ്യുന്നതും താൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലെങ്കിലും തനിക്ക് മനുഷ്യൻ എന്ന നാമധേയം എന്തിനാ വലിച്ചെറിയാം എന്നാണ്. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ. അസുഭൃത ജനങ്ങൾ കേവലം ശ്വാസോച്ഛ്വാസം ചെയ്യുക, ആഹാരം കഴിക്കുന്ന നേരത്ത് വായ തുറക്കുക, ഇങ്ങനെ
അത്യാവശ്യത്തിന് മാത്രം അവയവങ്ങൾ ഉപയോഗിക്കും. നാമം ചൊല്ലാനൊന്നും കോയിന്നലെ കിട്ടില്ല. അവൻ വായ ഉണ്ണുമ്പം മാത്രമേ തുറക്കൂ. അങ്ങനെ വന്നാൽ അത് കഷ്ടമല്ലേ? അങ്ങനെ ആയാൽ അതൊക്കെ ഒരു ശ്ലോകത്തിൽ പറയും. ധൃതയ ഇവ ശ്വസന്തി അസുഭൃതോ യതിത്തെ അനുവിധ മഹദഹമാദയോ അണ്ടമസജൻ യദനുഗ്രഹത പുരുഷവിധോ അന്വയോത്ര പരമോ അന്നമയാതിഷയ സദസത പരം തമഥ യഥേഷു അവശേഷമൃതം. മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനുചിതമായി ദൈവത്തിന് ഏതാണ്ട് അടുത്ത് നിൽക്കുന്നവനാണ് മനുഷ്യൻ എന്നാ പറയാം. അതുകൊണ്ടാണ് അർജുനനെയും കൃഷ്ണനെയും നരനാരായണന്മാർ എന്ന് പറയുന്നത്. അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഈ സന്താന ഗോപാല ചരിത്രത്തിൽ അവരെ രണ്ടുപേരെയും വൈകുണ്ഠത്തിലേക്ക് വിളിപ്പിച്ച് ഭഗവാൻ എന്താ പറയണത്? നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്റെ കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എന്തിനാ ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട്? ത്രയീശൻ, പൂർണ്ണത്രയീശനാണ് അവിടെ ഇരിക്കുന്ന സന്താന ഗോപാലസ്വാമി. അദ്ദേഹം ഈ രണ്ടുപേരെയും ഭൂമിയിലേക്ക് ഒരു ആവശ്യത്തിന് പറഞ്ഞയച്ചു. അവർ എന്ത് ജോലിയാണോ അസൈൻമെൻ്റാണോ കൊടുത്തത് അത് ഭംഗിയായി നിർവഹിച്ചു. അതിന് ഒരു അഭിനന്ദനം നൽകാനാണ് വിളിപ്പിച്ചത്. അതെന്നെ പറയുന്നുണ്ട്. നരനാരായണന്മാരായ നിങ്ങളെ ഞാൻ ലോകത്തിൽ ധർമ്മസ്ഥാപനത്തിനായിട്ട് അയച്ചു. നിങ്ങളത് ഭംഗിയായി നിർവഹിച്ചു. നിങ്ങളെ ഒന്ന് നേരിട്ട് അനുമോദിക്കണം. അതിനൊരു അവസരം ഉണ്ടാക്കിയതാണ് കുട്ടികളെ കൊണ്ടുപോകാം. ഒരു കേടുമില്ല. അതാണ് ഇപ്പം ബ്രാഹ്മണന് നഷ്ടമല്ല, ലാഭം ഉണ്ടായത്. ജനിച്ച കുട്ടി ഓരോന്നും മരിച്ചു, 10ാമത്തെ കുട്ടി ഉൾപ്പെടെ. എന്നിട്ടിപ്പം എന്തായി? ഭഗവാന്റെ അടുക്കൽ നിന്ന് 10 കുട്ടികളെയും തേരിൽ കയറ്റി കൊണ്ടുവരിക. കിണ്ടപ്പന്മാർ, ഒരു ഗൃഹിണി, ഒരു കരപ്പൻ, ഒന്നുമില്ല. നാട്ടിലാണെങ്കിൽ വേപ്പന്തൊലിയുടെ മണം വീട്ടിൽ നിന്ന് പോവില്ല. ഗൃഹിണി പിന്നാലെ പ്രസവിക്കുകയാണ്. ഓരോ കുട്ടിക്കും ഗൃഹിണ്യാന്തകം ഗുളിക, വേപ്പന്തൊലി കഷായം, ഒന്നുമില്ല. യാതൊന്നും വേണ്ട. ഭഗവാൻ നല്ല കിണ്ടപ്പന്മാർ ഉരുളക്കിഴങ്ങിന് ഉടുപ്പിട്ട പോലെ 10 കുട്ടികളെ കൊടുത്തു വിട്ടു. അവിടെ പറയണത് എന്താ വെച്ചാൽ നരനാരായണന്മാർ. നരനോട് വളരെ അടുത്ത് നിൽക്കുന്നു നാരായണൻ. നരനും നാരായണനും തമ്മിൽ അതിർത്തി വെള്ളത്തിൻ്റെ നടുക്കൊരു വടി വെച്ച പോലെയാണ്. വെള്ളത്തിൻ്റെ നടുക്കൊരു വടി വെച്ചാൽ ആ വടി എത്ര നേരത്തേക്ക് അതിർത്തി രക്ഷിക്കും? ആ വടി അവിടെ നിന്ന് എടുത്താൽ പോയില്ലേ? വടി എന്നുള്ളത് എന്താ? മായ. ഈ മായയാകുന്ന തടസ്സം കൊണ്ട് നാരായണനിൽ നിന്ന് നരൻ വ്യത്യസ്തനായി കാണപ്പെടുന്നു. ഈ വടി എങ്ങനെ എടുക്കൂ? മായ അകലട്ട്. ആ മായ അകലാനാണ് ഈശ്വരകഥാശ്രവണം. ഈശ്വരകഥാശ്രവണം കൊണ്ട് അകത്തുള്ള അഴുക്കുകൾ പോയാൽ, അഴുക്കെന്ന് പറയുന്നത് കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ, ഇവയാറും അകത്തുള്ള അഴുക്കുകളാണ്. ഈ അഴുക്കുകൾ പോയാൽ, മായ പോയാൽ, താനും നാരായണനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായി. അപ്പം നമുക്ക് മാത്രം, മനുഷ്യന് മാത്രം വിധിച്ചിട്ടുള്ളതാണ് ഈ ഈശ്വര ജീവ അഭേദം എന്ന വേദാന്ത തത്വം. പക്ഷെ അത് അറിയാൻ ഉദരമുപാസതേ ഋഷിവത്മസോ ഭൂർപദൃശ ത്വദനുപഥം കുലായമിതമാത്മസുഖപ്രിയവത് ചരതി യഥോന്മുഖേ ത്വയി. ഇങ്ങനെയുള്ള ഈ 28 ശ്ലോകങ്ങളിൽ പറയുന്നത് ഭഗവാനെ ഉപാസിക്കുക. ഉപാസിക്കുന്നതിന് ഉപാസിക്കപ്പെടുന്നൊരു ദേവത വേണം. അപ്പോൾ ഒരു ഭേദബുദ്ധി താൽക്കാലികമായിട്ട് നമ്മൾ കെട്ടിച്ചമയ്ക്കുന്നു. ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപാധി, അതായത് ഈശ്വരൻ്റെ ഉപാധിയായി ഒരു സിമ്പലായി നമ്മൾ, പ്രതീകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. പ്രതീകം, പ്രതിമ. അതിനെപ്പറ്റി തന്നെ ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഹിന്ദുമതത്തിലെ പ്രതീകങ്ങളുടെ താല്പര്യം? പ്രതീകങ്ങളില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഒരു നമ്മളിപ്പോൾ ഗാന്ധിജി ജീവിച്ചിരുന്നു, വള്ളത്തോൾ ജീവിച്ചിരുന്നു എന്നറിയുന്നത് തപാൽ സ്റ്റാമ്പിൽ അവരുടെ പടം വരയ്ക്കുമ്പോൾ. അതല്ല ഗാന്ധിജിയെ ഓർമ്മിപ്പിക്കാനുള്ള സിമ്പിൾ മാത്രം. ഈ സിമ്പലാണ് സിംബോളിസം ഇൻ ഹിന്ദുയിസം. അത് വളരെ ഗംഭീരമായി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അങ്ങനെ നിറയെ ആദേശം എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തെറ്റിദ്ധാരണ നീക്കാൻ ഈശ്വരൻ അനിർദ്ദേശ്യനാണ്. വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കാനോ വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലുമോ ഒരാൾക്ക് സാധ്യമല്ല. അനിർദ്ദേശ്യ ബ്രഹ്മണി കഥം ശ്രുതയ ചരന്തി. ചോദ്യം അതാണ്. അതിന് മറുപടി നമുക്ക് ഈശ്വരൻ തന്ന ഈ ദേഹത്തെ അനുകൂലമായ വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സിമ്പലിലൂടെ, സഗുണത്തിലൂടെ നിർഗുണത്തിലെത്തിച്ചേരാം. ആ നിർഗുണത്തിലെത്തിയാൽ നമ്മൾ
ബ്രഹ്മ ജീവ ഐക്യം അനുഭവിക്കും. ഈ ജീവബ്രഹ്മ ഐക്യം എന്നുള്ളത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് ഇവിടെ ഉപസംഹാരം എങ്ങനെയാണ്? ദ്യുപതയ ഏവത്തെ നയയുഹു അന്തമനന്തതയാ ത്വമപി യദന്തരാണ്ടനിജയ നനു സാവരണാഃ കൈവരജാംസി വാന്തി വയസാ സഹ യശ്രുതയഃ ത്വയി ഫലന്തി അതന്നിരസനേന ഭവന്നുധനാഃ. അതന്നിരസനം അതല്ല 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 അങ്ങനെ പറയാൻ പറ്റും. അതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതല്ല അതല്ല അതല്ല. ആ വന്നിരിക്കുന്നതിൽ സീതയെ നിന്റെ ഭർത്താവാരാ എന്ന് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ രാമനും സീതയും ലക്ഷ്മണനും ചെന്നു. വേറെയും പലരും അവിടെ വന്നിട്ടുണ്ട് സത്സംഗത്തിന് വേണ്ടി. അപ്പോൾ ഋഷിപത്നിമാർ ഇരിക്കുന്നിടത്തേക്ക് സീതയെ പറഞ്ഞയച്ചു. രാമനും ലക്ഷ്മണനും പുരുഷന്മാരുടെ വിഭാഗത്തിലിരുന്നു. വേറെയും പലരുമുണ്ട്. സത്സംഗം എന്നുള്ളത് വളരെ അത്ഭുതമായ ഫലം ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു മഹാസത്സംഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ വരികയും ഇവിടെ പറയുന്നത് കേൾക്കുകയും ചെയ്താൽ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാൻ പറ്റും. എന്തായാലും സത്സംഗം കൊണ്ട് വലിയ പ്രയോജനം എന്ന് ആചാര്യസ്വാമികൾ തന്നെ പറയുന്നു. പ്രസിദ്ധമായ ശ്ലോകമുണ്ടല്ലോ, സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി. മനുഷ്യനായപ്പെടുന്നവൻ്റെ ജന്മാവകാശം ബാലഗംഗാധര തിലകൻ പറഞ്ഞു, സ്വരാജ്യ ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ വിൽ ഹാവ് ഇറ്റ്. ഞാനത് നേടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ലെങ്കിലും നാം നേടി. അത് നമ്മുടെ ജന്മാവകാശം. അത് പൊളിറ്റിക്കൽ ഫ്രീഡം. അതിനും മേലെയാണ് സ്പിരിച്വൽ ഫ്രീഡം. നമ്മളിപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ മായാമയമായ ശരീരത്തിൽ ത്രിഗുണാത്മകമായിട്ടുള്ള ഈ ഒരു ഘടനയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ബന്ധനം. ബന്ധനത്തിൽ നിന്ന് മോചനം നേടണം. ബന്ധം മോക്ഷം. മോക്ഷം എന്ന വാക്ക് പോലും വലിയൊരു അക്ഷരത്തിൻ്റെ വാക്കിൻ്റെ അബ്രിവിയേഷനാണ്. മോഹക്ഷയം എന്ന് ചുരുങ്ങി മോക്ഷം. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. അർജുനൻ പറയുന്നുണ്ടല്ലോ ഗീതാശ്രവണം കഴിഞ്ഞ്, ഹൗ ഡു യു ഫീൽ? ഞാൻ ഈ നേരമൊക്കെ പറഞ്ഞല്ലോ, തനിക്ക് വലുതും ഉള്ളിൽ കയറിയോ? ഉവല്ലോ, നല്ലോണം കയറി. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ കരിഷ്യേ വചനം തവ. നയോസ്യേ എന്ന് പറഞ്ഞതിൻ്റെ നേരെ വിപരീതം കരിഷ്യേ വചനം തവ. അപ്പോൾ മാനസാന്തരം വന്നു. എങ്ങനെ വന്നു? ഭഗവാന്റെ ഉപദേശം കേട്ടിട്ട്. ഈ ഭാഗവതവും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ഭഗവാൻ തന്നെയാണല്ലോ ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ഭഗവാൻ എഴുന്നള്ളി നമുക്ക് ഭാഗവതത്തിൻ്റെ രൂപത്തിൽ അനുഗ്രഹം ചെയ്യാൻ ഇരിക്കുകയാണ്. എവിടെ എവിടെ ഭാഗവതം നടക്കുന്നു അവിടെയെല്ലാം എൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്ന ഭഗവാൻ വാക്ക് തന്നിരിക്കും. വിശേഷിച്ചും ഇത്രയും ശ്രദ്ധയുള്ളൊരു സദസ്സിൽ വരാതെ പിന്നെ ഭഗവാൻ എങ്ങടാ പോവാം? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, നൈമിഷാരണ്യം എന്നുള്ള പേര് കൃഷ്ണപുരി എന്ന് മാറ്റിയാലും തെറ്റില്ല എന്ന്. മാറ്റണമെന്നല്ല ഞാൻ പറയണേ, അത്രത്തോളം അതിന് ഇഫക്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഇവിടെ ഒടുവിലത്തെ 28ാമത്തെ ശ്ലോകത്തിൽ എന്താ? ശക്തി കൊണ്ടും പ്രഭാവം കൊണ്ടും മഹത്വം കൊണ്ടും എല്ലാം കൊണ്ടും അനന്തനായ അവിടുത്തെ ഭഗവാൻ എല്ലാറ്റിൻ്റെയും ലാസ്റ്റ് പോയിൻ്റാണ്. അവിടെ ഇന്ദ്ര ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ദ്രന് അബദ്ധം പറ്റി ഗോവർദ്ധന ലീലയിൽ. വത്സസ്തയത്തിൽ ബ്രഹ്മാവിന് അബദ്ധം പറ്റി. ബ്രഹ്മാവ് വിചാരിച്ചു ഗോപകുട്ടികളെ ഒരു ഗുഹയിൽ അടച്ചു വെച്ചു, പശുക്കിടാങ്ങളെ വേറൊന്നിൽ അടച്ചു വെച്ചു. എന്നിട്ട് എന്താ കാണാമല്ലോ ഒന്ന്, അന്യാവതാര നഗരേഷു അനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ തഥാ അഘമോക്ഷേ. ഭഗവാന്റെ കയ്യിൽ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ കോപ്പ് എന്ന് ബ്രഹ്മാവിന് പോലും ശങ്ക തോന്നി. എങ്ങനെയത് മാനേജ് ചെയ്യാൻ പോവാം? ഈ ഗുഹയ്ക്കകത്ത് അടച്ചു വെച്ച പശുക്കിടാങ്ങളെയും ഗോപകുട്ടികളെയും അദ്ദേഹം അഴിച്ചു വിടുമോ? ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുള്ള അദ്ദേഹത്തിന് അറിയാൻ കഴിയുമോ എന്നെല്ലാം കൂടി ബ്രഹ്മാവ് ശങ്കിച്ചു എന്നാണ്. എന്നിട്ട് അവസാനം എന്തായി? നവമി യഥേ അഭ്രപുഷേ. അബദ്ധം പറ്റി, പണമ്യ എന്നവൾ. എണീറ്റിക്കുക, വീണ്ടും നമസ്കരിക്കാം. ചെയ്തു പോയ അപരാധത്തെ പറ്റി ഓർത്ത് എത്ര നമസ്കരിച്ചാലും പോരാ തോന്നിയും പിന്നെയും ഭൂയ പണമ്യ ഉത്ഥായ. നമസ്കരിക്കുക, എണീക്കുക, പിന്നെ എണീക്കുക, ഉത്ഥായ. അപ്പോൾ ബ്രഹ്മാവിന് ഈശ്വരതത്വം മുഴുവൻ പിടികിട്ടിയിട്ടില്ല. കാരണം ഈശ്വര സൃഷ്ടങ്ങളാണ് നമ്മളെല്ലാം. സൃഷ്ടിക്കപ്പെട്ടവർക്ക് സൃഷ്ടാവിനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ദ്രനെ അറിയാൻ പറ്റിയില്ല. ഇന്ദ്രൻ
മഴ കൊണ്ട് ഗോപന്മാരെ തോൽപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ എന്താ, ഗോവർദ്ധനം ഉദ്ധരിച്ചു, കൊട പോലെ പിടിച്ചു, എല്ലാവരും അതിൻ്റെ കീഴിൽ സുഖമായിട്ട് 7 ദിവസം. അവസാനം ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വന്നു. എന്നിട്ടാണ് ഗോവിന്ദ പട്ടാഭിഷേകം നടക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, മാം ഐശ്വര്യശ്രീ മതാന്ത ദണ്ഡപാണിം ന പശ്യതി. ഐശ്വര്യം ഞാൻ കൊടുക്കുന്നതാ ആളുകൾക്ക്, പവർ ഞാൻ കൊടുക്കുന്നതാ. ഐശ്വര്യശ്രീ മതമുണ്ടാക്കാനല്ല, സർവീസിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് ഞാൻ ഉപയോഗിക്കുന്നു, ഭഗവാന്റെ കരുണമുണ്ട്, അങ്ങനെ വേണം വിചാരിക്കാൻ. അതിന് പകരം ഐശ്വര്യശ്രീ മതാന്തൻ, അതൊരു അഹങ്കാരത്തിന് കാരണമാണ്. അപ്പോൾ ഈഗോ ഒന്നും ഞാനാണ്, ഇന്ദ്രനാണ് ഇത്രയും പവർഫുൾ എന്ന്. എന്നിട്ട് എന്തായി, ദണ്ഡപാണിമിനെ പശ്യതി. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖവും വിശ്വതോ ഹസ്തവുത വിശ്വതസ്പാദ്. എവിടെയാ ഭഗവാന്റെ കണ്ണും കയ്യും കാലും ഇല്ലാത്തത്? സകലതയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സകല ദ്രഷ്ടാവായ ഭഗവാനെ കളിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു, ദണ്ഡപാണിമിനെ പശ്യതി, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇന്ദ്രൻ. അതുകൊണ്ട് എപ്പോഴും നാം എവിടുന്ന് ചോട് മറക്കരുത്. ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ഈ പ്രപഞ്ചം, ബ്രഹ്മത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ സത്യം അറിയാനുള്ള ഉപായങ്ങളിൽ കർമ്മമൊന്ന്, ഭക്തിയൊന്ന്, ഇത് രണ്ടുമായ ജ്ഞാനം സ്വാഭാവികമായി തന്നെ നമ്മിൽ വരും. നമുക്ക് ഈ വിചാരസത്രത്തിൽ അതൊരു വലിയ പാഥേയമായി, എന്ന് വെച്ചാൽ യജ്ഞപ്രസാദമായി നാം സത്യം പരം ധീമഹി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് 1 ഇഞ്ചെങ്കിലും മുന്നോട്ട് നീങ്ങി ഈ 9ാമത്തെ സത്രത്തിൽ വെച്ച് എന്ന് സന്തോഷിക്കാറാവട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം.